അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വഅൻത അർഹമുർ റഹീമീൻ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയുടെ പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. 2024 PSC നടത്തിയ UP അറബിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ 6 ഭാഗങ്ങളിലായിട്ട് വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയുണ്ടായി. അതിൽ അവസാനത്തെ ദിവസമായ ഇന്ന് ഇൻഷാ അല്ലാഹ് റിട്ടോറിക്, പ്രോസഡി, ക്രിറ്റിസിസം ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയ് 8 നടന്ന UP അറബിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ സമീപ എക്സാമുകളിൽ, പ്രത്യേകിച്ച് PSC എക്സാമിൽ അറബിക് പെഡഗോജി, ഇൽമുൻ നഹവ്, ട്രാൻസ്ലേഷൻ ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ കുറച്ച് കൂടുതലായി വരാറുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അതേപോലെ തന്നെ അത് എങ്ങനെ നമ്മൾ സമീപിക്കണം എന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ ലിറ്ററേച്ചർ, ഇൻഡോ അറബിക് ലിറ്ററേച്ചർ, പിന്നെ ജനറൽ നോളേജ്, ഇത്രയും ഭാഗങ്ങളാണ് 6 സെഷനുകളിലൂടെയായിട്ട് വിശദമായി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം എന്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെഷൻ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതായത് ഏതൊരുത്തിൻ്റെയും സ്വപ്നമാണ് ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത്. പ്രത്യേകിച്ച് അറബിക്കിൽ ബിരുദമെടുത്ത ആളുകൾ എന്ന നിലയിൽ അറബിക് ടീച്ചർ ആവുക എന്നുള്ളത് നമ്മുടെയൊക്കെ സ്വപ്നമാണ്. അത് LP, UP, HSA, HSST, കോളേജിയേറ്റ് ഏത് ലെവലിലായിരുന്നാലും അവിടെ എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെയൊക്കെ സ്വപ്നമാണ്. അപ്പോൾ പലതരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ ചിലരൊക്കെ പറയാറുള്ളത് എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്, ഇതിലായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത്, പക്ഷെ വേണ്ടത്ര ഈ ഒരു എക്സാമിൽ എനിക്ക് എഴുതാൻ സാധിച്ചില്ല, ഇനിയിപ്പോൾ ഏതായിരുന്നാലും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അടുത്ത ഒരു എക്സാം പെട്ടെന്ന് തന്നെ വിളിച്ചിരിക്കുന്നത്. പലർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന, ഒരുപക്ഷെ ഇനി അപ്ലൈ ചെയ്യാൻ സാധിക്കാത്ത അവസാനത്തെ ഒരു എക്സാം എന്ന നിലയിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇനി കിട്ടിയേ തീരൂ എന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന ആളുകൾ, അപ്പോൾ ആ അർത്ഥത്തിലുള്ള ആളുകളോടൊക്കെ പറയാനുള്ളത്, നമുക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹം വേണം ഇത്തരത്തിലൊരു PSC ലിസ്റ്റിൽ ഉൾപ്പെടാൻ. ആഗ്രഹമുണ്ടെങ്കിലേ നമുക്ക് എന്തായിരുന്നാലും ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ ആഗ്രഹത്തോടൊപ്പം നമുക്കുണ്ടാവേണ്ട ഒന്നാണ് ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ പ്രവർത്തിക്കേണ്ടത് പഠനമാണ്. നമ്മൾ കൃത്യമായ ഷെഡ്യൂൾ പ്രകാരം പഠിക്കണം. അപ്പൊ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നാം എഴുതുന്ന എക്സാമിന്റെ സിലബസ് ആണ്. മറ്റൊന്ന്, ആ സിലബസ് അനുസരിച്ച് നമ്മൾ പഠിച്ചാലും ശരി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അടുത്ത കാലഘട്ടത്തിൽ എങ്ങനെയാണോ ചോദ്യങ്ങൾ വരുന്നത് അതനുസരിച്ച് ഒരു പഠനം നടത്തിയാൽ നമുക്ക് ഒന്നുകൂടെ സഹായകമാവും എന്ന അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ വെച്ചിട്ടുള്ളത്. പലർക്കും പ്രയോജനപ്പെട്ടു എന്ന ഫീഡ്ബാക്കുകൾ വന്നു. അൽഹംദുലില്ലാഹ്, സന്തോഷമുണ്ട്. സ്വന്തമായി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ്. അതോടൊപ്പം നമ്മൾ നിങ്ങൾക്ക് അറിവ് നൽകിയതുപോലെ ഫോക്കസിന്റെ പുതിയ ഒരു ബാച്ച് ഇൻഷാ അല്ലാഹ് ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോച്ചിങ് ഉണ്ടായെങ്കിലേ PSC ലഭിക്കൂ എന്നൊന്നുമില്ല. നമ്മളെപ്പോഴും പറയുന്ന വാചകമാണത്. ഒരു കോച്ചിങ്ങിന്റെയും ആവശ്യമില്ല നമുക്ക് PSCയിൽ സ്ഥാനം പിടിക്കാൻ. കോച്ചിങ്ങിന് ജോയിൻ ചെയ്താലും പഠിക്കേണ്ടത് പഠിതാക്കൾ തന്നെയാണ്. നമ്മൾ അഡ്മിൻസ്, അതല്ലെങ്കിൽ ഇതിന്റെ അണിയറയിൽ നിൽക്കുന്ന ആളുകൾ കൃത്യമായ നോട്ട്സും ക്ലാസ്സുകളും നൽകുന്നു എന്നതിലപ്പുറം പഠനം നടത്തേണ്ടത് വിദ്യാർത്ഥികൾ തന്നെയാണ് എന്ന നിലയിൽ പഠനമാണ് ഏറെ പ്രധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളോടും പറയാനുള്ളത്, 2021 എക്സാം നടന്ന LP എക്സാം, അതിലിപ്പോ മലപ്പുറം, കൊല്ലം,
വയനാട്, പാലക്കാട് ഈ ജില്ലകളിലെല്ലാം പിന്നെ എക്സാം നടന്ന സമയത്ത് അവിടെയൊക്കെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളിൽ മുൻപന്തിയിലുള്ളവർ ഫോക്കസിലെ പഠിതാക്കളായിരുന്നു എന്നുള്ളത് സന്തോഷമാണ്. അവിടെയും പറയാനുള്ളത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, അതിലെല്ലാവരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടൊന്നുമില്ല. പഠിച്ച ആളുകൾ, പരിശ്രമിച്ച ആളുകളെ ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളിലൊക്കെ നമ്മൾ ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിക്കാൻ നിന്നിട്ടില്ല. കാരണം ഫോക്കസിന്റെ പഠിതാക്കളിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരെ ഓരോരുത്തരെയും വിളിച്ച് ഫോട്ടോയും മറ്റും വാങ്ങുക, സംഘടിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പിന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എങ്കിലും ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ ലിസ്റ്റിൽ വന്നു, ജോലിക്ക് അർഹരായിരിക്കുകയാണ്. പക്ഷെ അവിടെയൊക്കെ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മൾ നേടിയ ആളുകളിലേക്ക് നോക്കുന്നത് പോലെ തന്നെ നേടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, നല്ല രൂപത്തിൽ പഠനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ കോച്ചിങ്ങിന് എന്ത് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, കോച്ചിങ്ങിലാവുമ്പോൾ നമ്മൾ സ്വന്തമായി സിലബസ് അനുസരിച്ച് വായിക്കുമ്പോൾ ഒരുപാട് ഏരിയകൾ ഉണ്ടാവും. ആ എല്ലാ ഏരിയകളും നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും. നമ്മെ സംബന്ധിച്ചിടത്തോളം 4-5 വർഷമായി ഒരു ഫീൽഡിലുള്ള ആളുകൾ എന്ന നിലയിൽ ഓൾറെഡി ഓരോ ഏരിയയിലും ക്ലാസ് എടുക്കുന്ന അധ്യാപകർ റെഫർ ചെയ്ത നോട്ട്സ് അനുസരിച്ചാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമയ ലാഭവുമാണ്. അതേപോലെ തന്നെ കൃത്യമായ ഒരു ഷെഡ്യൂൾ പ്രകാരം പഠനവുമായി മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പൊ ആ അർത്ഥത്തിൽ ഫോക്കസിനോടൊപ്പം ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പ്രവേശിക്കാം. റിട്ടോറിക്, പ്രോസഡി, ക്രിറ്റിസിസം ഈ ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഈ ഒരു 2024 നടന്ന മെയ് 8 നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ്, UP എക്സാമിലെ ക്വസ്റ്റ്യൻസ്. അതില് നമ്മുടെ മൊഡ്യൂൾ ഇതാണ്, അന്നഖദു വൽ ബലാഗ വൽ അറൂദ് എന്ന് പ്രത്യേകമായി LP, UP, HSST, കോളേജിയേറ്റ് ഇതിന്റെ ഒക്കെ സിലബസിൽ വരാറുള്ള ഒരു മൊഡ്യൂളാണത്. ഈ ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇൻഷാ അല്ലാഹ് നാം നോക്കുന്നത്. അപ്പൊ അതില് ഈ ഒരു പേപ്പറിൽ സാധാരണ എല്ലാ പേപ്പറുകളിൽ നമുക്ക് കാണാം ഏകദേശം ഒരു 10 മാർക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അതിലിപ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നഖദിൽ നിന്ന് 3 ചോദ്യങ്ങളും ബലാഗ, അറൂദ് അവയിൽ നിന്ന് 5, 4 ക്വസ്റ്റ്യൻസ് വീതം വന്നു. അങ്ങനെ ടോട്ടലി 12 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിസ്സാരമല്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഓരോരോ മാർക്കുകളും വിലപ്പെട്ടതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ വേണം ഇനിയുള്ള എക്സാമുകളെ കൂടി നമ്മൾ സമീപിക്കാൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പലപ്പോഴും നമുക്ക് പഠിച്ച ഭാഗങ്ങളൊക്കെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ധാരണയാണ് ആ ബലാഗ അല്ലെങ്കിൽ അറൂദ് അതൊക്കെ എപ്പോഴും ഇപ്പോൾ സാധാരണ ചോദിക്കാറുള്ള എക്സാമ്പിളേ ഉണ്ടാവാറുള്ളൂ എന്ന് വിചാരിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല, ആ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ മതി എന്ന് വിചാരിച്ച ചില ആളുകൾക്കൊക്കെ ഇപ്രാവശ്യത്തെ എക്സാമിൽ ചെറിയ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം സാധാരണ ഇതുവരെ എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ളത് ഇൽമുൽ ബദീഅ ഫോക്കസ് ചെയ്ത് മാത്രമാണ് ക്വസ്റ്റ്യൻസ് കാര്യമായും വന്നിരുന്നത്. പിന്നെ ഇൽമുൽ ബയാനിലെ ആദ്യ ഭാഗത്ത് നിന്ന് ഞാനും ആ രൂപത്തിലാണ് സാധാരണഗതിയിൽ ക്ലാസ് എടുക്കാറുള്ളത്. ഏതായിരുന്നാലും ഇപ്രാവശ്യം മജാസ് അതേപോലെ തന്നെ ഇസ്തിയാറ ആ ഒരു ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ ബലാഗയിൽ നിന്ന് വന്നിട്ടുള്ളത്. അറൂദിലും അതുപോലെ തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. എപ്പോഴും നമ്മൾ സിമ്പിളായ ഭാഗങ്ങൾ മാത്രം നോക്കുക എന്നതിലപ്പുറം പരമാവധി നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് എത്ര നമുക്ക് പഠിക്കാൻ സാധിക്കുമോ അത്രയും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അതിന് വിരുദ്ധമായ സംസാരങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെ ചിലപ്പോൾ പറയും അങ്ങനെ ആഴത്തിലൊന്നും നോക്കേണ്ടതില്ല, നമ്മൾ പഠിക്കാത്തപ്പോൾ ജി കെ പലപ്പോഴും അറബിക്കാർ നോക്കാറില്ല, ജനറൽ നോളജ്. അപ്പൊ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ശരിയാണ്, നമ്മൾ GK പഠിക്കേണ്ടതുണ്ട്, എങ്കിലേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഒന്നുകൂടെ മുൻപന്തിയിലെത്താൻ സാധിക്കുള്ളൂ. പക്ഷെ ഒരിക്കലും നമ്മൾ സബ്ജക്റ്റ് അവഗണിക്കരുത് എന്ന് കാര്യമായി തന്നെ ഓർമ്മപ്പെടുത്താണ്. കാരണം സബ്ജക്റ്റിൽ എല്ലാവരും മുൻപന്തിയിലായിരിക്കും. പക്ഷെ അവിടെ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ട് പോയാൽ പിന്നെ ആ റാങ്ക് ലിസ്റ്റിൽ ഒരിക്കലും നമുക്ക് മുന്നിലെത്താൻ സാധിക്കുകയില്ല. അപ്പൊ സബ്ജക്റ്റ് നോക്കുന്നതോടൊപ്പം GK കൂടി പ്രാധാന്യം നൽകി മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇഖ്തരി തസ്രീഹാത്ത് അസ്വഹീഹ അൻ അനാസിറിൽ അദബ്. പലപ്പോഴും ചോദ്യം ഇപ്പോ സമീപകാലത്ത് വരുന്ന
ഒരു ഏരിയയാണ് അനാസിറുൽ അദബുമായി ബന്ധപ്പെട്ട ഏരിയ. അപ്പൊ നേരത്തെ നമ്മൾ സിലബസിൽ കണ്ടു, നഖദ് പറയുന്നിടത്ത് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് അനാസിറുൽ അദബ് എന്ന് പറയുന്ന ഏരിയയാണ്. അപ്പൊ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് അനാസിറുൽ അദബുമായി ബന്ധപ്പെട്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേഗം ആൻസർ ചെയ്യാം. അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലൊക്കെ ഒരു ലൈവ് ഡിസ്കഷൻ എന്ന നിലയിൽ നിങ്ങൾ പങ്കാളികളാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് മിക്കവാറും എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത്. അപ്പോ സാഹിത്യത്തിന്റെ ക്ലാസിക്കൽ ആയിട്ടുള്ള 4 എലിമെന്റ്സ്, 4 ഘടകങ്ങളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അതിന്റെ 4 ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം. ആത്തിഫത്ത്, ഖയാല്, മഅനി, ഉസ്ലൂബ്, ഇവ 4ഉമാണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് അൽ ആത്തിഫത്തു ഹിയല്ലത്തി തംനഹുൽ അദബ അൽ ഖുലൂദ് എന്നുള്ളതാണ്. ആത്തിഫത്ത് അതാണ് ഒരു സാഹിത്യത്തിന് അനശ്വരത നൽകുന്നത്, ഖുലൂദ് നൽകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണ്. രണ്ടാമത്തത് അൽ ഖയാലുൽ മുബ്തക്കിർ ഹുവ ഖയാലുൻ യഖ്താറുൽ അദീബ് അനാസിറഹു മിൻ ബൈനി തജാറുബിഹി അസ്സാബിഖ. ഖയാലുൽ മുബ്തക്കിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാഹിത്യകാരൻ, അതല്ലെങ്കിൽ ഒരു അദീബ്, അല്ലെങ്കിൽ ഒരു നാഖിദ്, അദ്ദേഹം എന്ത് ചെയ്യുന്നു, തൻ്റെ ഈ ഒരു ഖയാൽ എന്ന് പറയുന്നത് തൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസിലൂടെ നേടിയെടുക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഭാവന. ഏത് ഖയാലുൽ മുബ്തക്കിർ എന്ന് പറയുന്ന ഭാവന എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ 2 ഭാവനകൾ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഈ രണ്ടാമത് പറഞ്ഞ ഖയാലുൽ മുബ്തക്കിർ എന്നുള്ളതിന്റെ നിർവചനം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതും ശരിയാണ്. മൂന്നാമത്തത് അൽ ഉസ്ലൂബ് വശക്കൽ വസ്സൂറ ഹിയ സിയഗുൻ വാഹിദ് ഫി മൗദൂഇ അനാസിറിൽ അദബ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഉസ്ലൂബ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഘടകം, അതിന്റെ മറ്റു പേരുകളാണ് ഷക്കല്, സൂറത്ത് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ഒരൊറ്റ സിയഗ തന്നെയാണ്, എന്നുവെച്ചാൽ ഒറ്റ കാര്യം തന്നെയാണ് ഈ ഒരു അനാസിറുൽ അദബിൽ. നാലാമത്തത് തക്കൂനു ഹാജത്തുൽ അദീബി ഇലൽ ഖയാൽ അക്സർ മിൻ അയ്യി അൻസുറിൻ ആഖർ ലിൽ അദീബ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ലിൽ അദബ്, ഒരു സാഹിത്യത്തിന് ഏറ്റവും അധികം അവിഭാജ്യ ഘടകമായിട്ടുള്ളത് ഏതാണ്? ഖയാലാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു അദീബിനെ സംബന്ധിച്ചിടത്തോളം അദബിലേക്ക് ഏറ്റവും അധികം ആവശ്യമായ ഘടകം ഖയാലാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് തെറ്റാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം ഈ 4 ആത്തിഫത്തിനാണ്. നമ്മൾ ക്ലാസ് എടുത്ത സമയത്തൊക്കെ വിശദമായി പറഞ്ഞത് തന്നെയാണത്. അപ്പോൾ ആ ഒരു 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അതിൽ തെറ്റായിട്ടുള്ളത്. ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആ അർത്ഥത്തിൽ എല്ലാവരും ആൻസർ ചെയ്തതുപോലെ അലിഫ്, ബാ, ജീം വരുന്ന ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റായ ആൻസർ. അപ്പോ ഇതില് സമീപകാല എക്സാമുകളിലൊക്കെ ചോദ്യങ്ങൾ വരുന്ന ഒന്നാണിത്. ഇതിൽ 4ാമത്തെ ഭാഗത്ത് ശരിക്കും തക്കൂനു ഹാജത്തുൽ അദീബി ഇലൽ ആത്തിഫ എന്നാണെങ്കിലാണ് അവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവുക. ഓക്കെ, അപ്പോ ആത്തിഫത്തുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അനാസിറുൽ അദബ് എന്ന് പറയുമ്പോൾ ഈ 4 എണ്ണം മറക്കാതിരിക്കുക. ആത്തിഫത്ത്, ഖയാല്, മഅനി, ഉസ്ലൂബ്, ഇവ 4ഉമാണ്. ഇതിലിപ്പോ മഅനിക്ക് ഫിക്രത്ത്, ഹഖീഖത്ത്, മൽമൂൻ എന്നൊക്കെ നോട്ടുകളിൽ കാണാവുന്നതാണ്. അതോടൊപ്പം ഉസ്ലൂബിന് ഷക്കല്, സൂറത്ത്, നളമുൽ കലാം എന്ന രൂപത്തിലെല്ലാം പരിചയപ്പെടുത്താറുണ്ട്. ചില ഭാഗങ്ങളിൽ താബീർ എന്നും കൊടുത്തതായിട്ട് കാണാം. ശരിക്കും താബീർ എന്ന് പറയുന്നത് ഇത് ഒരു കണ്ടന്റ് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന ശൈലിയാണ്. അപ്പോ ശരിക്കും എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കൊടുത്തിടത്ത് എങ്ങനെ താബീർ ചെയ്യാം എന്നതാണ് ശരിക്കും ഉസ്ലൂബ് എന്ന് പറയുന്നത്. എന്നല്ലാതെ താബീർ എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ ഒരു പേരല്ല. പക്ഷെ ചിലയിടങ്ങളിൽ അങ്ങനെ കൊടുത്തതായിട്ട് കാണാം. ശരിക്കും അവയുടെ പേരെന്ന് പറയുന്നത് ഉസ്ലൂബ്, ഷക്കല്, സൂറത്ത്, നളമുൽ കലാം, ഇവ 4ഉമാണ്. അവ ഓർത്തു വെക്കാം. അതോടൊപ്പം ആസിഫത്തുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടത് ഉൻസുറുൻ ഹാമുൻ ഫിൽ അദബ്, യംനഹുൽ അദബ അൽ ഖുലൂദ്, അതുപോലെ തന്നെ തക്കൂനുൽ ഹാജ ഇലൈഹ അഷദ്ദു മിൻ അയ്യി ഉൻസുറിൻ ആഖർ. ഇത് വളരെ പ്രധാനമായി മനസ്സിലാക്കുക.
ഒരു സാഹിത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന്, ഒരു സാഹിത്യത്തിന് അനശ്വരത നൽകുന്നത്, അതുപോലെ തന്നെ ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം മറ്റേത് ഘടകങ്ങളെക്കാളും ഏറ്റവും അധികം അവിഭാജ്യമായ ഘടകം എന്ന് പറയുന്നത് ആത്തിഫത്താണ്. ഇനി ഖയാലുമായി ബന്ധപ്പെട്ട് അവിടെ പരാമർശിച്ചിട്ടുള്ള ഖയാലിന്റെ ഇനം പറഞ്ഞപ്പോൾ അവിടെ ഖയാലുൽ മുബ്തക്കിർ ആണ് അവിടെ വന്നിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞു എന്താണെന്നുള്ളത്. തന്റെ പ്രീവിയസ് എക്സ്പീരിയൻസിലൂടെ ഒരു സാഹിത്യകാരൻ നേടിയെടുക്കുന്ന ഭാവന, അതിനാണ് ഖയാലുൽ മുബ്തക്കിർ എന്ന് പറയുന്നത്. മറ്റൊന്ന് അൽ ഖയാലു തഅലീഫി എന്നുള്ളതാണ്. ലി അന്നഹു തുഅല്ലിഫു ബൈന മനാദിരിൻ മുഖ്തലിഫ, വ്യത്യസ്ത ചിന്താധാരകളിൽ നിന്ന് ഒരു സാഹിത്യകാരന് കിട്ടുന്ന ഭാവന എന്ന് വെച്ചാൽ തിയറികളിൽ നിന്നും മറ്റുമൊക്കെ ഒരു സാഹിത്യകാരന് ലഭിക്കുന്ന ഭാവനക്കാണ് അൽ ഖയാലു തഅലീഫി എന്ന് പറയുന്നത്. മൂന്നാമത്തത് അൽ ഖയാലുൽ മൂഹി എന്നാണ്. അല്ലദി യഖൂമു അലാ ഇദ്റാക്കി ജമാലിൽ അഷ്യാഇ വ അസ്റാറിഹ എന്ന് വെച്ചാൽ ഓരോ വസ്തുക്കളുടെയും ജമാലിയത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു സാഹിത്യകാരന് ലഭിക്കുന്ന ഭാവന. ഇങ്ങനെ 3 ഇനങ്ങളാണ് ഖയാലിനുള്ളത്. അതിൽ ഒന്നാണ് ഇപ്പൊ അവിടെ ചോദിച്ചിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം വന്നത് ഇങ്ങനെയാണ്: ഇഖ്തരി തസ്രീഹാത്ത് അസ്വഹീഹ അനിൻ നഖദിൽ അദബി. അറബിക് ക്രിട്ടിസിസവുമായി ബന്ധപ്പെട്ട് വന്ന താഴെ കൊടുത്തതിലുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ 4 സ്റ്റേറ്റ്മെന്റും എന്നിട്ട് ഇവിടെ താഴെ ABCD നൽകിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ആൻസർ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്ന് വെച്ചാൽ ജമീഉ തസ്രീഹാത്തി സ്വഹീഹ എന്ന് പറയുന്നതാണ് ഇവിടെ മിക്കവാറും എല്ലാവരും സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് കറക്റ്റ് ഓപ്ഷനായി വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്? ഒന്നാമത്തത് അൻ നഖദുൽ അദബി ദാത്തിയുൻ മിൻ ഹൈസു തഅസ്സുരിഹി ബിസഖാഫത്തിൻ നാഖിദി വദൗഖിഹി വവിജ്ഹത്തി നദുരിഹി എന്നുള്ളതാണ് അവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. എന്ന് വെച്ചാൽ ഒരു സാഹിത്യ നിരൂപണം എന്ന് പറഞ്ഞാൽ അൻ നഖദുൽ അദബി അത് ദാത്തിയാണ്. ദാത്തി എന്ന് വെച്ചാൽ സബ്ജക്റ്റീവ് ആണെന്നർത്ഥം. നമ്മൾ സാധാരണ ഇപ്പോ റിസർച്ചിന്റെ മേഖലയിലൊക്കെ കേൾക്കുന്ന ഒരു ടേമാണ് ദാത്തിയെ മൗലൂഇയെ എന്ന് വെച്ചാൽ സബ്ജക്റ്റിവിറ്റിയും അതേപോലെ തന്നെ ഒബ്ജക്റ്റിവിറ്റിയും. അപ്പൊ അവിടെ ദാത്തിയാണെന്ന് പറയുമ്പം സബ്ജക്റ്റീവ് ആണ് എന്നർത്ഥം. എങ്ങനെ? മിൻ ഹൈസു തഅസ്സുരിഹി ബിസഖാഫത്തിൻ നാഖിദി വദൗഖിഹി, ഒരു സാഹിത്യകാരന്റെ നിരൂപകന്റെ സംസ്കാരം, അവന്റെ അഭിരുചി, അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ആ നിരൂപണം സ്വാധീനം ചെയ്യും. ആ നിരൂപണത്തിൽ അത് പ്രതിഫലിക്കുമെന്നർത്ഥം. അതാണ് മിൻ ഹൈസു തഅസ്സുരിഹി എന്ന് പറയുന്നത്. നിരൂപണം ചെയ്യുന്ന ആളുടെ വ്യക്തിത്വത്തിനനുസരിച്ച്, അഭിപ്രായത്തിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ആ ഒരു നഖദിലും അത് പ്രതിഫലിക്കുമെന്നർത്ഥം. അതാണ് അൻ നഖദുൽ അദബി ദാത്തി എന്ന് പറയുമ്പോൾ. ഇനി അൻ നഖദുൽ അദബി മൗലൂഇയ്യൻ എന്ന് പറയുമ്പോൾ അവിടെ ഒബ്ജക്റ്റിവിറ്റിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അൻ ഹൈതു ഇന്നഹു മുഖയ്യദുൻ ബിനദറിയാത്ത് വ ഉസൂൽ ഇൽമിയ എന്ന് വെച്ചാൽ ചില നിയമങ്ങൾക്ക്, വീക്ഷണങ്ങൾക്കെല്ലാം അധിഷ്ഠിതമായിട്ടായിരിക്കും ആ ഒരു നഖദ് വരിക, നഖദ് മൗലൂഇ ആവുമ്പോൾ. അപ്പൊ അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു നിരൂപകന്റെ അഭിപ്രായത്തിനനുസരിച്ചല്ല അത് വരിക, മറിച്ച് നിയമങ്ങൾക്കും വീക്ഷണങ്ങൾക്കും അധിഷ്ഠിതമായി ഒരു കൃതിയെ വിലയിരുത്തുമ്പോൾ ഏത് നാഖിദ് നോക്കിയാലും, ഏത് നാഖിദ് വിലയിരുത്തിയാലും ഒരുപോലെയുള്ള റിസൾട്ട് ആണ് ലഭിക്കുക. ആ അർത്ഥത്തിലുള്ള നഖദിനാണ് നഖദുൻ മൗലൂഇ എന്ന് പറയാം. അപ്പോ നഖദുൻ ദാത്തി എന്ന് പറയുമ്പോൾ അത് സബ്ജക്റ്റിവിറ്റിയാണ് അതിൽ പ്രധാനമായും വരിക. മൗലൂഇ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിവിറ്റിയാണ് വരിക. ഇനി മൂന്നാമത്തത് അൻ നഖദുൽ ഇസ്തിദ്ലാലി. നഖദുൽ ഇസ്തിദ്ലാലി എന്ന് പറയുമ്പോൾ അതില് യസ്അ വറാഅ ദിഖത്തിൽ ഇൽമിയ വൽ ഹിയാദിൽ ഇൽമി ഫിൻ നഖദ് എന്ന് വെച്ചാൽ കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക ഭാഗത്തേക്ക് ചായ്വ് നൽകിയിട്ടല്ലാതെ എന്ന് വെച്ചാൽ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന നഖദ്, അതിനാണ് അൻ നഖദുൽ ഇസ്തിദ്ലാലി എന്ന് പറയാം. അതും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് അവിടെ നൽകിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി നാലാമത്തെ ഒന്നാണ് ആധുനിക കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വ്യത്യസ്ത ചിന്താഗതികളാണ് ഇപ്പൊ ഈ പറയുന്നതൊക്കെ. അപ്പൊ അതില് അൽ ഫന്നു ലിൽ ഫന്ന് എന്ന് പറയുന്നത്
കല കലക്ക് വേണ്ടി എന്ന് പറയുന്ന ചിന്താഗതിക്കാരാണ്. എന്ന് വെച്ചാൽ ആർട്ട് ഫോർ ആർട്ട് എന്ന് പറയുന്ന ചിന്താഗതി. അപ്പോ ആ ഒരു ചിന്താഗതി അനുസരിച്ച് അൽ അദബു വൻ നഖദു എന്ന് വെച്ചാൽ സാഹിത്യവും നിരൂപണവും ഒക്കെ ഹുമാ ഗായത്താനി ഫി ഹദ്ദി ദാത്തിഹിമ, സാഹിത്യ നിരൂപണത്തിനും അതിന് അതേപോലെ തന്നെ സാഹിത്യത്തിനും നിരൂപണത്തിനും അത് അതിനു വേണ്ടി തന്നെയാണ്, എന്ന് വെച്ചാൽ അത് തന്നെയാണ് അതിന്റെ പ്രധാനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നല്ലാതെ സമൂഹത്തിന്റെ നന്മയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടിന്റെ നന്മയോ ഒന്നുമല്ല, മറിച്ച് കല എന്ന് പറയുന്നത് കലക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗായത്ത് എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട അദബും നഖദും തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ അതും സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആ അർത്ഥത്തിൽ ജമീഉ തസ്രീഹാത്തി സ്വഹീഹത്തുൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഇത് നമ്മൾ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടും വരുന്നതാണ്. അതോടൊപ്പം നമ്മൾ നഖദ് വിശദമായി ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ് അതിൽ വ്യത്യസ്ത സാഹിത്യകാരന്മാർ, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സാഹിത്യകാരന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു പോയ ഒരു ഗ്രന്ഥവും കൂടിയാണിത്, ഫിശ്ശിഅരിൽ ജാഹിലി എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പോ ഫിശ്ശിഅരിൽ ജാഹിലി ദിറാസ താരീഖിയ ലിശ്ശിഅരിൽ ജാഹിലി അല മൻഹജി എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ജാഹിലിയ കാലഘട്ടത്തെ കവിതയിലെ അല്ലെങ്കിൽ കവിതയെ സംബന്ധിച്ചുള്ള ചരിത്രപരമായ ഒരു പഠനമാണ് ഇത് ഫിശ്ശിഅരിൽ ജാഹിലി എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പൊ അത് ഏത് മൻഹജിലാണത് രചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഫൽസഫ അബിൽ അത്താഹിയ, മൂബാസാൻ അല്ലദി യദ്ഉ ഇല റൊമാൻസിയ, ഫൽസഫ യൂനാൻ അല്ലദി യദ്ഉ ഇലൽ വുജൂദിയ, ദിക്കാർത്ത് അല്ലദി യദ്ഉ ഇല ശക്ക്. ഓക്കെ, അതില് സാന്ദർഭികമായ ഒരു ചോദ്യം ചോദിക്കാം. ഇവിടെ എല്ലാവരും ആൻസർ ചെയ്തത് ഓപ്ഷൻ ഡി ആണ്. എക്സാമിന് ഇത് ശരിയാക്കി എത്ര പേരുണ്ട്? ഈ കൂട്ടത്തിൽ എക്സാമിന് ശരിയാക്കിയവർ എത്ര പേരുണ്ട്? ഓക്കെ, തെറ്റിയാരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ കോച്ചിങ്ങിൽ ഉള്ള ആളുകളോടാണ് ചോദിക്കാറുള്ളത്. തെറ്റിയാരെങ്കിലും ഉണ്ടോ? ഇത് നമ്മൾ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നോ എന്നറിയില്ല. നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെയല്ല യദ്ഉ ഇല ശക്ക് എന്നുള്ള വാചകം നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ നോട്ടിലും ഒക്കെ പരാമർശിച്ചിരുന്നു. ഒന്ന്, ഇദ്ദേഹത്തിന്റെ നഖദിലുള്ള സമീപനം. ഇത് ആരുടെ ഗ്രന്ഥമാണ്? ഫിശ്ശിഅരിൽ ജാഹിലി. ആരുടെ ഗ്രന്ഥമാണ് ഫിശ്ശിഅരിൽ ജാഹിലി? അതെ, ത്വഹ ഹുസൈന്റെ ഗ്രന്ഥമാണ്. നമ്മൾ അതിന്റെ വർഷം, അതേപോലെ തന്നെ ഇത് വിവാദമായപ്പോ പിന്നീട് തൊട്ടടുത്ത വർഷം 1926 ഇത് രചിച്ചു. 27 വിവാദമായപ്പോ അദ്ദേഹം പിന്നെ അടുത്ത ഗ്രന്ഥം ഫിൽ അദബിൽ ജാഹിലി രചിച്ചു. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ഇദ്ദേഹം മൊത്തത്തിൽ ഇദ്ദേഹത്തിന്റെ നഖദിലുള്ള സമീപനമാണ് ഡെക്കാർട്ടിന്റെ അഥവാ റിനെ ഡെക്കാർട്ട്, അദ്ദേഹത്തിന്റെ ശൈലിയാണ് ഇദ്ദേഹം സ്വീകരിച്ചത് എന്നെല്ലാം നമ്മൾ അന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇനി യദ്ഉ ഇല ശക്ക് എന്ന് പറയുന്ന ഭാഗം. അപ്പൊ അത് ഓർമ്മയുള്ള ആളുകൾക്കറിയാം. ഈ ഒരു പുസ്തകത്തിന്റെ രീതി നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ഇതിൽ വിവാദമാവാനുള്ള കാരണം? അതേപോലെ തന്നെ ത്വഹ ഹുസൈനും അതിനു മുമ്പ് ആദ്യമായിട്ട് ഇബ്നു സലാം അൽ ജുമഹിയും കൊണ്ടുവന്ന ഒരു വാദമുണ്ട്. ഏതാണ്? ഖളിയത്തു അൽ ഇൻതിഹാൽ, ഖളിയത്തുൽ ഇൻതിഹാൽ. ആ ഇൻതിഹാൽ എന്ന് പറയുന്ന വാദത്തിൽ ആധുനിക കാലഘട്ടത്തിൽ വന്ന ആളാണ് ആര്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ത്വഹ ഹുസൈൻ. അപ്പൊ അത് എന്താണ് ഖളിയത്തുൽ ഇൻതിഹാൽ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കവിതകൾ, ഇമ്രുൽ ഖൈസും സുഹൈർ ഇബ്നു അബി സുൽമ തുടങ്ങിയ കവികളെല്ലാം എഴുതിയ കവിതകൾ അത് അവരുടേതല്ല, മറിച്ച് അവരുടേതെന്ന് പറഞ്ഞുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ ആ ഒരു പിന്നെ കവിതകളെല്ലാം ക്രോഡീകരിച്ച റാവിമാർ അവരുടെ വകയായിട്ട് കൂടുതൽ എഴുതി ചേർത്തതാണ് എന്ന വാദമാണ് ശക്തമായ രൂപത്തിൽ ത്വഹ ഹുസൈൻ വാദിച്ചിട്ടുള്ളത്. അത് ഈ ഒരു ഫിശ്ശിഅരിൽ ജാഹിലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൂടെ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ആൻസറിലേക്ക് പോകാവുന്നതാണ്. നമ്മൾ അന്ന് പറഞ്ഞ ക്ലാസ് ആണത്, ലിറ്റററി ക്രിറ്റിസിസം പാർട്ട് 4-ൽ അതില് നമ്മൾ പരാമർശിച്ചിട്ടുള്ള ഒന്നാണ് ഇഅ്തമദ ത്വഹ ഹുസൈൻ ഫി നഖദിഹി മൻഹജ് ദിക്കാർ എന്ന് പറയുന്നത്. ഞാനിത് സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സുകളൊക്കെ എപ്പോഴും നിങ്ങളുടെ അടുക്കലുണ്ട്, നമ്മൾ പിൻവലിച്ചിട്ടില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കലുണ്ടാവും. അപ്പോൾ ഇനി കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും
ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് ഒക്കെ ഒന്ന് കേട്ട് കൃത്യമായിട്ട് പ്രിപ്പറേഷനുമായി മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ക്യാഷ് കൊടുത്തുകൊണ്ടൊന്നും ആവില്ല. അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹമുള്ളതുകൊണ്ടും ആയില്ല, നമ്മൾ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, ഇഖ്തരി തസ്രീഹാത്ത് അൽ ഖാത്തിഅ അനിൽ ഇസ്തിആറ. ഇസ്തിആറയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അൽ ഇസ്തിആറ അലാഖതുഹ തകൂനു മുഷാബഹ വ തകൂനു ഗൈർ മുഷാബഹ. ഫിൽ ഇസ്തിആറത്തി തജൂസു ഇറാദത്തുൽ മഅന അൽ ഹഖീഖി ലിലഫ്ദിൽ ഇസ്തിആറ മഅ ഇറാദത്തിൽ മഅന അൽ മജാസ്. അൽ ഇസ്തിആറത്തു തംസീലിയ മിനൽ ഇസ്തിആറാത്തി തർക്കീബ് ഇദാ തമ്മ ദിക്റു മുലായിമുൽ മുശബ്ബഹി ഫി ജുംലത്തിൽ ഇസ്തിആറ തുഅറഫുൽ ഇസ്തിആറ ബിൽ മുജറദ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് എല്ലാവരും ആൻസർ നൽകിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അലിഫ് ബാ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ് എന്നുള്ളതും ശരിയാണ്. അലിഫും ബാഉ ആണ് ഇപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത്. എന്ന് വെച്ചാൽ അൽ ഇസ്തിആറ അലാഖതുഹ തകൂനു മുഷാബഹ വ തകൂനു ഗൈർ മുഷാബഹ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ഇസ്തിആറയുടെ അലാഖത്ത് എപ്പോഴും മുഷാബഹത്തായിരിക്കും, അപ്പോഴാണ് അത് ഇസ്തിആറ ആവുക. ഗൈറുൽ മുഷാബഹയാവുമ്പോൾ അത് മജാസ് മുർസലായിരിക്കും എന്നുള്ളത് വിശദമായി നമ്മൾ പറഞ്ഞതാണ്. എക്സാമിനോട് അടുപ്പിച്ച് നടന്ന ഷുവർ ഷൂട്ടിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണത്. പിന്നെ ഫിൽ ഇസ്തിആറത്തി തജൂസു ഇറാദത്തുൽ മഅന അൽ ഹഖീഖി ലിലഫ്ദിൽ ഇസ്തിആറത്തി മഅ ഇറാദത്തിൽ മഅന അൽ മജാസ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്കറിയാം, ഒരു ഇസ്തിആറയിൽ അല്ലെങ്കിൽ മജാസായി പ്രയോഗിക്കുന്ന പദത്തിൽ അല്ലെങ്കിൽ തെർക്കീബിൽ അവിടെ എപ്പോഴും ഒന്നുകിൽ ലഫ്ലിയായിട്ട് അല്ലെങ്കിൽ ഹാലിയത്തായിട്ട് അവിടെ എന്തുണ്ടാവും, കരീനത്തുണ്ടാവും. ആ കരീനത്തുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ അർത്ഥം ഒരിക്കലും അവിടെ പ്രയോഗിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ യഥാർത്ഥ അർത്ഥവും അതേപോലെ തന്നെ മജാസിയായ അർത്ഥവും രണ്ടും പ്രയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതൊരിക്കലും അതിൽ പറ്റുകയില്ല, കാരണം അതിലെപ്പോഴും കരീനത്തുണ്ടാവും. അപ്പൊ കരീനത്തുള്ളത് കൊണ്ട് മജാസായ അർത്ഥം മാത്രമേ അവിടെ പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇനി ഇത് രണ്ടും പറ്റുന്നത് ഏതിലാണ്? യഥാർത്ഥ അർത്ഥവും പറ്റും, അതേപോലെ തന്നെ മജാസിയായ അർത്ഥവും പറ്റും. അങ്ങനെ പറ്റുന്ന ഒരു ഇനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏതിലാണ്? രണ്ടും പറ്റുന്നത് ഏതിലാണ് എന്ന് വെച്ചാൽ ഹഖീഖിയായ അർത്ഥവും, അതെ, കിനായയിലാണ് അല്ലെ. കിനായ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് ലഫ്ലുൻ ഉത്ലിഖ വ ഉരീദ ബിഹി ലാസിമ മഅനാഹു മഅ ഇറാദത്തി ദാലിക്കൽ മഅന എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് കിനായയിലേക്കാണ് വരിക. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അൽ ഇസ്തിആറത്തു തംസീലിയ മിനൽ ഇസ്തിആറാത്തി തർക്കീബ്. ഇസ്തിആറ തംസീലിയ എന്ന് പറഞ്ഞാൽ അത് തർക്കീബിയായ ഇസ്തിആറയിൽപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ഒരു ജുംല തന്നെ എന്ത് ചെയ്യുക, ഇസ്തിആറയായിട്ട് പ്രയോഗിക്കുക അല്ലെങ്കിൽ മജാസായി പ്രയോഗിക്കുക. അത് ശരിയാണ്. ഇദാ തമ്മ ദിക്റു മുലായിമുൽ മുശബ്ബഹി ഫി ജുംലത്തിൽ ഇസ്തിആറ. ഒരു ഇസ്തിആറയിൽ എന്ത് ചെയ്യാണ്, പിന്നെ മുശബ്ബഹിന്റെ മുലായിമ് പറയുകയാണ് ഇസ്തിആറ പൂർത്തിയായ ശേഷം. അങ്ങനെയാണെങ്കിൽ ആ ഇസ്തിആറയെ എന്താണ് പറയാ? ഇസ്തിആറ മുജറദ എന്നാണ് പറയാ. അതും ശരിയാണ്. ശരി, നെക്സ്റ്റ് വൺ, തംനഉ മിൻ ഇറാദത്തിൽ മഅന അൽ അസ്ലി ലികലിമ ഔ തർക്കീബ് അൽ മജാസ്. ഒരു മജാസിലെ ഒന്നുകിൽ തർക്കീബിയായ മജാസ് അല്ലെങ്കിൽ ഒരു കലിമത്തിലുള്ള മജാസ്, അതിലൊക്കെ അസ്ലിയായ മഅനയെ തൊട്ട് തടയുന്ന കാര്യം എന്താണെന്നുള്ളതാണ്. അലാഖത്താണോ, മുലായിമാണോ, കരീനത്താണോ, മുസ്തആറാണോ എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തത് കറക്റ്റ് ആണ്, സി ആണ് അല്ലെ. ഇതൊക്കെ നാം വിശദമായി പറഞ്ഞതാണ്. പ്രത്യേകിച്ച് കരീനത്ത്, അലാഖത്ത്, ഇങ്ങനെ ഈ രണ്ട് ടേം നമ്മൾ എന്തായിരുന്നാലും മറക്കാൻ പറ്റില്ല. മജാസിൽ അത് രണ്ടും ഉണ്ടെങ്കിലേ മജാസ് ഉള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ വിശദമായി നാം പഠിച്ച കാര്യമാണ് അലാഖത്തും കരീനത്തും. അപ്പൊ അതിൽ കരീനത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥത്തെ തൊട്ട് തടയുന്ന ഒന്ന്. എന്നുവെച്ചാൽ നമ്മൾ ഇതിന് മലയാളത്തിൽ പറഞ്ഞത് സാഹചര്യ തെളിവ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോ ആ അർത്ഥത്തിൽ വരുന്ന ഒന്നാണ് കരീനത്ത് എന്ന് പറയുന്നത്. അപ്പോ ഇസ്തിആറ എന്ന് പറയുന്നത് നമുക്കറിയാം തഷ്ബീഹുൻ ബലീഗുൻ ഹുദിഫ അഹദു ത്വറഫൈഹി എന്നാണ് ഇപ്പൊ അതിന്റെ സംക്ഷിപ്തമായ നിർവചനം. എന്ന് വെച്ചാൽ തഷ്ബീഹ് ബലീഗാണ്. എങ്ങനെയുള്ള തഷ്ബീഹ് ബലീഗ്?
അതിന്റെ ഏതെങ്കിലും ഒരു ത്വറഫ് കളയപ്പെടുക. തഷ്ബീഹ് ബലീഗില് ആകെ 2 ത്വറഫുകളാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും. മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും ആണ് അതിലുണ്ടാവുക. അപ്പോ അതിലേതെങ്കിലും ഒന്ന് കളയപ്പെടുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ തഷ്ബീഹ് ബലീഗിനുള്ള സിമ്പിളായ ഉദാഹരണം ഇപ്പൊ പറയുകയാണെങ്കിൽ മുഹമ്മദുൻ കൽ ബഹരി എന്ന് പറയുമ്പോൾ അവിടെ കാഫ് അദാത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഏത് തഷ്ബീഹാണ്? മുഹമ്മദുൻ കൽ ബഹരി എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് അദാത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? മുർസലാണ് എന്ന് പറയാം. അതേപോലെ തന്നെ വജ്ഹു ഷബഹ് പറഞ്ഞിട്ടില്ല, ആ അർത്ഥത്തിൽ അതിനെ മുജ്മലാണ് എന്നും പറയാം. അപ്പോ ആ തഷ്ബീഹ് മുർസൽ മുജ്മൽ, മുഅക്കദല്ല, മുർസൽ മുജ്മൽ ആണ് എന്ന് പറയാം. പിന്നെ മുഹമ്മദുൻ ബഹറുൻ, മുഹമ്മദുൻ ബഹറുൻ എന്ന് പറയുമ്പോഴാണ് ഇവിടെ അദാത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തഷ്ബീഹ് മുഅക്കദ്, അതേപോലെ തന്നെ മുജ്മൽ, ആ അർത്ഥത്തിൽ അതിനെ തഷ്ബീഹ് ബലീഗ് എന്ന് പറയാം. തഷ്ബീഹുൻ ബലീഗ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ തഷ്ബീഹ് ബലീഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായ ഒരു ഉദാഹരണം, മുഹമ്മദുൻ ബഹറുൻ. ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം കളയപ്പെടുക എന്ന് വെച്ചാൽ ഞാൻ മുഹമ്മദിനെ കണ്ടു എന്നതിന് പകരമായിട്ട് റഅയ്തു ബഹറൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിനാണ് ഇസ്തിആറ എന്ന് പറയാ. ഇനിയോ അത് തന്നെ റഅയ്തു ബഹറൻ എന്ന് മാത്രം ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൺഫ്യൂഷൻ ആവും. അതിപ്പോ യഥാർത്ഥ ബഹറ ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ യഥാർത്ഥ ബഹറായിരിക്കും കണ്ടിട്ടുണ്ടാവാന്ന് ഇപ്പൊ അയാളുടെ മനസ്സിലേക്ക് വരുള്ളൂ. അപ്പൊ അവിടെ മുഹമ്മദിനെയാണ് കണ്ടത്, എന്നിട്ട് എന്ത് ഇതാണ് മുഹമ്മദിന് അവിടെ ബഹർ എന്ന അർത്ഥം വെച്ച് കൊടുത്തതാണ്, അല്ലെങ്കിൽ പദമാണ് വെച്ച് കൊടുത്തത് എന്ന് മനസ്സിലാക്കി തരണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു ഖരീനത്ത് വേണം. അതാണ് നേരത്തെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടത്. എന്ന് വെച്ചാൽ റഅയ്തു ബഹറൻ ഫിൽ ജാമിഅ എന്ന് പറയാം. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ഇസ്തിആറയാവുന്നത്. എന്ന് വെച്ചാൽ ബഹർ എന്നുള്ളതിന്റെ യഥാർത്ഥ അർത്ഥത്തെ തൊട്ട് തടയുന്ന ഒരു ഖരീനത്ത് അവിടെ ഉണ്ട്. അത് ഏതാണ്? ഫിൽ ജാമിഅ എന്ന് പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഖരീനത്തോട് കൂടിയിട്ട് ഒരു പദത്തെ പ്രയോഗിക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്? ഇസ്തിആറയായി മാറുന്നത്. അപ്പൊ ഇതിൽ എന്തേ ഉള്ളൂ? മുഹമ്മദിനെ ബഹറിനോട് ഉപമിച്ചു. അപ്പൊ റഅയ്തു മുഹമ്മദൻ കൽ ബഹരി എന്നാണ് ശരിക്കും ഇവിടെ താല്പര്യം. പക്ഷെ അവിടെ എന്ത് പറഞ്ഞിട്ടില്ല? മുഹമ്മദ് എന്ന മുഷബ്ബഹിനെ അവിടെ പറഞ്ഞിട്ടില്ല. മുഷബ്ബഹ് ബിഹിയെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനാണ് ഇസ്തിആറ എന്ന് പറയാം. ഇനിയോ അവിടെ തന്നെ പറഞ്ഞിട്ടുള്ളത് ബഹർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ മുഷബ്ബഹ് ബിഹിയാണ് പറഞ്ഞത്. മുഷബ്ബഹ് ബിഹിയാണ് പറഞ്ഞതെങ്കിൽ അതിനെ ഇസ്തിആറ തസ്രീഹിയ എന്നാണ് പറയാ. ചിലപ്പോ അവിടെ മുഹമ്മദ് എന്ന മുഷബ്ബഹിനെ ആയിരിക്കും പറയാ. മുഷബ്ബഹ് ബിഹിയെ കളഞ്ഞിട്ട് ആ മുഷബ്ബഹ് ബിഹിയിലേക്ക് സൂചന നൽകുന്ന അതിന്റെ ഏതെങ്കിലും ഒരു സിഫത്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇസ്തിആറ മക്നിയ എന്നുമാണ് അതിന് പറയുക. ഇനി റഅയ്തു ബഹറൻ ഫിൽ ജാമിഅ യുൽഖി മുഹാലറത്തൻ എന്നുകൂടി പറഞ്ഞു. അപ്പൊ അവിടെ റഅയ്തു മുഹമ്മദൻ കൽ ബഹരി ഫിൽ ജാമിഅ എന്നാണ് ഇപ്പൊ അവിടെ താല്പര്യം. എന്നാൽ അവിടെ മുഹമ്മദിനെ പറഞ്ഞില്ല, മുഷബ്ബഹ് ബിഹി ആയിട്ടുള്ള ബഹറിനെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ യുൽഖി മുഹാലറത്തൻ എന്ന് കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതിനു ശേഷം? ഇസ്തിആറ പൂർത്തിയായ ശേഷം. ഫിൽ ജാമിഅ എന്നുള്ള ഖരീനത്ത് കൂടി വന്നപ്പോഴാണ് അവിടെ ഇസ്തിആറ പൂർത്തിയായത്. അതിനുശേഷം എന്ത് ചെയ്തു? യുൽഖി മുഹാലറത്തൻ എന്ന് പറഞ്ഞു. അപ്പോ ആ പറയപ്പെട്ട വാചകം അത് മുഹമ്മദുമായി ബന്ധപ്പെട്ടതാണോ, അതല്ല ഇവിടെ പറഞ്ഞിട്ടുള്ള മുഷബ്ബഹ് ബിഹിയുമായി ബന്ധപ്പെട്ടതാണോ? നമുക്കറിയാം മുഷബ്ബഹുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ കളയപ്പെട്ട മുഹമ്മദുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ഇങ്ങനെ കളയപ്പെട്ട അല്ലെങ്കിൽ മുഷബ്ബഹുമായി ബന്ധപ്പെട്ട ഒരു മുലായിമാണ് ഇസ്തിആറ പൂർത്തിയായ ശേഷം പറയപ്പെട്ടതെങ്കിൽ അതിനെന്ത് പറയും? ഇസ്തിആറ മുജറദ എന്നാണ് പറയാ. അതാണ് നേരത്തെ നമ്മൾ ആ ഒരു ചോദ്യത്തിൽ അവിടെ കണ്ടിട്ടുള്ളത്. ഒരു ചോദ്യത്തിൽ അതാണ് വന്നത്. അപ്പൊ മുലായിമുൽ മുഷബ്ബഹാണ് പറഞ്ഞിട്ടുള്ളത്, അതിനെ ഇസ്തിആറ മുജറദ എന്നാണ് പറയാ. ഇനി അതേ ഉദാഹരണം തന്നെ റഅയ്തു ബഹറൻ ഫിൽ ജാമിഅ അമീഖൻ ഖഅറുഹു എന്ന് പറയാം. എന്നുവെച്ചാൽ നല്ല ആഴമുള്ള എന്നാണ് ഇപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഭാഗം അമീഖൻ ഖഅറുഹു എന്നാണ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഭാഗം മുഷബ്ബഹുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് മുഷബ്ബഹ് ബിഹി ആയിട്ടുള്ള ബഹറുമായി ബന്ധപ്പെട്ട വാചകമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ അതിനെന്ത് പറയും? ഇസ്തിആറ മുജറദ എന്ന് നമ്മൾ നേരത്തെ
മുഷബ്ബഹിന്റെ മുലായിമിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ മുഷബ്ബഹ് ബിഹിയുടെ മുലായിമാണ് ഇപ്പൊ ഇവിടെ അമീഖൻ ഖാറുഹു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെ ഇസ്തിആറ മുറശ്ശഹ എന്നാണ് പറയാ. അപ്പൊ ഒന്നാമത്തത് ഇസ്തിആറ മുജറദ, രണ്ടാമത്തത് മുലായിമുൽ മുഷബ്ബഹ് ബിഹി ആയതുകൊണ്ട് ഇസ്തിആറ മുറശ്ശഹയാണ്. നന്നായി ശ്രദ്ധിക്കുക. ഇതൊക്കെ സമീപകാല എക്സാമുകളിൽ നന്നായി ചോദിക്കുന്നുണ്ട്. മനസ്സിലാക്കിയാൽ സിമ്പിളാണ്, ഒരിക്കലും നമുക്ക് മാർക്ക് നഷ്ടപ്പെടുകയില്ല. ഇനി റഅയ്തു ബഹറൻ ഫിൽ ജാമിഅതി അമീഖൻ ഖഅറുഹു യുൽഖി മുഹാദറതൻ. ഇത് രണ്ടും പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അമീഖൻ ഖഅറുഹു, അതേപോലെ യുൽഖി മുഹാദറതൻ. അപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്നിപ്പോ അമീഖൻ ഖഅറുഹു എന്ന് പറയുന്നത് ബഹറുമായി ബന്ധപ്പെട്ടതാണ്, അഥവാ മുഷബ്ബഹ് ബിഹിയുമായി ബന്ധപ്പെട്ടതാണ്. യുൽഖി മുഹാദറതൻ എന്നുള്ളതാവട്ടെ മുഷബ്ബഹുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ രണ്ടും പരാമർശിക്കുകയോ ഇനി അതല്ലെങ്കിൽ രണ്ടും പരാമർശിച്ചില്ല, ഒന്നാമത്തെ ഉദാഹരണം റഅയ്തു ബഹറൻ ഫിൽ ജാമിഅ എന്ന് മാത്രം വന്ന പോലെ മുഷബ്ബഹിന്റെയോ മുഷബ്ബഹ് ബിഹിയുടെയോ മുലായിമ് പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനെന്ത് പറയും? രണ്ടിനും പറയുന്ന പേരാണ് ഇസ്തിആറ മുത്ലഖ എന്നാണ് പറയാ. ഒന്നുകിൽ മുലായിമുൽ മുഷബ്ബഹി വൽ മുഷബ്ബഹ് ബിഹി രണ്ടും പറയാ, അല്ലെങ്കിൽ രണ്ടും പറഞ്ഞിട്ടില്ലെങ്കിലും എന്ത് പറയും? ഇസ്തിആറ മുത്ലഖ. ഇസ്തിആറ മുത്ലഖ എന്നിട്ട് രണ്ടിനും പറയും. അപ്പൊ അതും ഓർത്ത് വെക്കുക. എന്ന് വെച്ചാൽ മുലായിമ് മുഷബ്ബഹിന്റേതും മുഷബ്ബഹ് ബിഹിയുടെയും പറഞ്ഞിട്ടില്ലെങ്കിലും മുത്ലഖയാണ്, രണ്ടിന്റേതും പറഞ്ഞു, അങ്ങനെ വരികയാണെങ്കിലും അത് ഇസ്തിആറ മുത്ലഖയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം അലാഖത്തുൽ മജാസി ഫി കലിമ ഹലീം. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മളൊരു ചോദ്യത്തിൽ കണ്ടു ഇസ്തിആറയിൽ അവിടെ ഇസ്തിആറയിൽ അതിന്റെ അലാഖത്ത് മുഷാബഹത്തും വൈറു മുഷാബഹത്തും ആവാം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു വൈറു മുഷാബഹയാവുകയാണെങ്കിൽ അതെന്തായി മാറും? മജാസ് മുർസലായിട്ടാണ് മാറുക. അപ്പോ മജാസ് മുർസലിനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ മജാസ് മുർസലിന്റെ അലാഖത്ത് എപ്പോഴും ഗൈറുൽ മുഷാബഹയായിരിക്കും എന്ന് വിശദമായി നമ്മൾ ഓരോന്നും വെച്ച് പഠിച്ചതാണ്. വ്യത്യസ്ത ഉദാഹരണങ്ങളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പഠിച്ച ഒരു ഉദാഹരണം തന്നെയാണ് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നാം ഒരു ഗുലാമിനെ കൊള്ള സന്തോഷ വാർത്ത അറിയിച്ചു. എങ്ങനെയുള്ള ഗുലാമാണ്? ഹലീമായിട്ടുള്ള. അപ്പോ കുട്ടികളില്ലാതിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിച്ച ആ ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോ ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ ഒരിക്കലും ഹലീമായി മാറൂല, പിന്നീട് അദ്ദേഹം ഹലീമായി മാറും. അപ്പൊ ആ അർത്ഥത്തിൽ ഇവിടെ എന്ത് ചെയ്തു? പറഞ്ഞത് എന്താണ്? യഅ്തിബാറു മാ യകൂനു, ആയിത്തീരുന്നതിനെ പരിഗണിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഹലീം എന്ന് പറയുന്ന കലിമത്ത്. എന്നാൽ ജനിക്കുന്ന സമയത്തല്ല ഒരു കുട്ടി എന്തായിരുന്നത്? ഹലീം ആവുന്നത്, പിന്നീട് ആയിത്തീരുന്നതാണ്. അപ്പോ അവിടെ പറഞ്ഞത് എന്താണോ അതാണ് എപ്പോഴും അതിന്റെ അലാഖത്തായിട്ട് സാധാരണഗതിയിൽ പരിഗണിക്കുക. അത് നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അപ്പൊ ഇതില് ഓരോന്നും നമുക്ക് ഈ 4 ഉദാഹരണത്തിന്റെയും അല്ലെങ്കിൽ 4 ഓപ്ഷന്റെയും പിന്നെ അലാഖത്ത് അവിടെ ഇപ്പൊ സബബിയ എന്ന് പറഞ്ഞു. അതിൽ സബബിയ എന്ന് പറഞ്ഞാൽ അവിടെ റഅത്തിൽ ഇബ്ലു അൽ ഗൈസ് എന്നിപ്പോ നമ്മൾ പറയാണ്. എന്ന് വെച്ചാൽ ഒരു ഒട്ടകം അതെന്ത് ചെയ്യുന്നു? ഗൈസിൽ മേയുന്നു എന്ന് പറയാണ്. ഗൈസ് എന്ന് പറഞ്ഞാൽ മഴ എന്നാണ് ശരിക്കും അർത്ഥം. അപ്പോ മഴയിലല്ല ശരിക്കും എന്ത് ചെയ്യണത്? ഒരു ഇബില് മേയുന്നത്, മറിച്ച് ആ മഴ കാരണം ഉണ്ടാവുന്ന ചെടികളിലാണ് സാധാരണഗതിയിൽ എന്ത് മേയ? ഇബില് മേയ. പക്ഷെ അവിടെ പറഞ്ഞത് എന്താണ്? മുസബ്ബബാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ല സബബാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും മുസബ്ബബിലാണ് ഇബിൽ എന്ത് ചെയ്യുക? മേയുക. പക്ഷെ പറഞ്ഞത് എന്താണോ അതാണ് അതിന്റെ അലാഖത്തായിട്ട് പരിഗണിക്കുക. അപ്പൊ ഇവിടെ സബബിനെ പറഞ്ഞു, ഉദ്ദേശം എന്താണ്? മുസബ്ബബാണ് ഉദ്ദേശം, അല്ലെങ്കിൽ അതിന്റെ ഫലമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അലാഖത്ത് പറഞ്ഞത് ആണ് പരിഗണിക്കുക. എന്ന് വെച്ചാൽ സബബിയയാണ് അതിന്റെ അലാഖത്ത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉദാഹരണമാണ് ഇഅ്തിബാറുമായി യകൂനു. കാരണം ഇവിടെ ഹലീം എന്ന് പറഞ്ഞു. ആ ഹലീം എന്ന് പറഞ്ഞ പദം ആവട്ടെ ശരിക്കും അവിടെ കുട്ടി ജനിക്കുമ്പോൾ ഹലീമല്ല, മറിച്ച് പിന്നീട് ആയിത്തീരുന്നതാണ്. അപ്പോ ഇഅ്തിബാറു മാ സയകൂനാണ് ശരിക്കും അവിടെ വരുന്നത്.
അപ്പോ പറഞ്ഞത് എന്താണ്? വരാനുള്ളതിനെ പറഞ്ഞു. ശരിക്കും അവിടെ ഇപ്പോ ഉള്ള സംഗതിയാണ് അവിടെ പറയേണ്ടത്. ഉദ്ദേശം അതാണ്, പക്ഷെ വരാനിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഹാലിയത്താണ് അടുത്തത്. ഹാലിയത്ത് എന്ന് പറയുമ്പോൾ സ്വർഗവാസികളെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു ഇന്നൽ അബ്റാറ ലഫി നഈം, തീർച്ചയായും പുണ്യവാന്മാർ അവർ നഈമിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്ക് നഈം എന്ന് പറയുന്നത് ആ ഒരു സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകളുടെ അവസ്ഥയാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തു? പുണ്യവാന്മാർ നഈമിലായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഹാലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഉദ്ദേശം എന്താണ്? ശരിക്കും അവിടെ മഹല്ലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ഈ ഒരു നഈം എന്ന് പറയുന്ന അവസ്ഥ. പക്ഷെ അതിന് നേരെ എന്ത് ചെയ്തു? പുണ്യവാന്മാർ നഈമിലായിരിക്കും എന്നാണ് അവിടെ നേർക്ക് നേരെ പറഞ്ഞിട്ടുള്ളത്. ഇനി ജുസ്ഇയ എന്നുള്ളത് മറ്റൊരു ഉദാഹരണമാണ്. ഇപ്പൊ സാധാരണഗതിയിൽ എപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ മഴ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോ മഴ വർഷിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പൊ സാധാരണ പറയാറുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്നും അല്ലാഹു മഴ ഇറക്കി എന്ന് പറയുകയാണെങ്കിൽ അത് നേർക്ക് നേരെ മഴയാണ് ഇറക്കിയത്. എന്നാൽ മഴ കാരണമായി ഉണ്ടാവുന്ന ഒന്നാണ് ഏത്? റിസ്ക് എന്ന് പറയുന്നത്. ചിലപ്പോ അത് പറയും വഅൻസൽന മിനസ് സമാഇ റിസ്ഖൻ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും അവിടെ റിസ്ക് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ തന്നെ മഴ കാരണമായി ഉണ്ടാവുന്നതാണ്. അപ്പൊ അവിടെ പറഞ്ഞത് എന്താണ്? റിസ്ക് എന്ന് പറഞ്ഞു. എന്നാൽ ഉദ്ദേശിക്കുന്നത് സബബായിട്ടുള്ള മഴയാണ് അള്ളാഹു ഇറക്കുന്നത്. പക്ഷെ പറഞ്ഞത് സബബായതുകൊണ്ട് അവിടെ പിന്നെ നേരെ സബബിയത്താണ് അതിന്റെ അലാഖത്തായി വരിക. അതേപോലെ ഇവിടെ ജുസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ അവിടെ കുല്ലായിരിക്കും, പക്ഷെ പറയുന്നത് എന്താണ്? ജുസ് ആണ്. ഏതുപോലെ ഫതഹരീറു റഖബത്തി മുഅ്മിന, ഒരു മുഅ്മിനത്തായ റഖബത്തിനെ എന്ത് ചെയ്യുക? മോചിപ്പിക്കുക, അല്ലെങ്കിൽ സ്വതന്ത്രയാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ റഖബത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് പിരടിക്കാണ് പറയാ. അപ്പോ പിരടി എന്ന് പറയുന്നത് മുഅ്മിനത്തിന്റെ അല്ലെങ്കിൽ ഒരു അടിമപ്പെണ്ണിന്റെ ഒരു ഭാഗമാണ്. ശരിക്കും അവിടെ ഒരു അടിമപ്പെണ്ണ് എന്നുള്ളതാണ് അവിടെ ശരിക്ക് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ പിരടി എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഉദ്ദേശം എന്താണ്? ഒരു കുല്ലായിട്ടുള്ള ഒരു അടിമപ്പെണ്ണാണ് അവിടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പരാമർശിച്ചിട്ടുള്ളത് ജുസ് ആണ്. ഉദ്ദേശം കുല്ലാണെങ്കിലും പരാമർശിച്ചത് ജുസ് ആയതുകൊണ്ട് അതിന്റെ അലാഖത്ത് ജുസ്ഇയ്യത്താണ്. അപ്പൊ ഇങ്ങനെ ഏകദേശം 8ഓളം അലാഖത്തുകളാണ് നമുക്ക് സാധാരണഗതിയിൽ മജാസ് മുറസലിന് പഠിക്കാനുണ്ടാവാറുള്ളത്. അവ ഓരോന്നും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അടുത്തൊരു ചോദ്യം വന്നത് ഇങ്ങനെയാണ്: അൻത തംഫുഹു ഫി റമാദിൻ അൽ ഇസ്തിആറത്തു ഫിൽ മിസാൽ. അൻത തംഫുഹു ഫി റമാദ്. ഓക്കെ, ഇത് നേരത്തെ ഒരു ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇസ്തിആറ തംസീലിയ എന്ന് പറഞ്ഞാൽ അത് തർക്കീബിലുള്ള ഇസ്തിആറയാണ് എന്നുള്ളതാണ്. ഒരു ജുംല തന്നെ എന്ത് ചെയ്യുക? ഇസ്തിആറയായിട്ട് പ്രയോഗിക്കുക. എന്ന് വെച്ചാൽ തർക്കീബുൻ ഉസ്തുഅമില ഫി ഗൈരി മാ വുദിഅ ലഹു ലിഅലാഖത്തിൽ മുശാബഹ മഅ ഖരീനത്തിൻ മാനിയത്തിൻ മിൻ ഇറാദത്തി മഅനാഹുൽ അസ്ലി. എന്ന് വെച്ചാൽ ഒരു തർക്കീബ്, ഒരു വാചക ഘടന തന്നെ അതിന്റെ വെക്കപ്പെട്ടതല്ലാത്ത, എന്ന് വെച്ചാൽ യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ പ്രയോഗിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രയോഗിക്കുമ്പോൾ, മജാസിയായി പ്രയോഗിക്കുമ്പോൾ അതിൽ അലാഖത്ത് വേണം, അതേപോലെ തന്നെ കരീനത്തും വേണം. ആ രണ്ട് ഉപാധികളോട് കൂടിയിട്ട് ഒരു വാചക ഘടനയെ അതിന് വെക്കപ്പെട്ടതല്ലാത്ത അർത്ഥത്തിൽ പ്രയോഗിക്കുക. അപ്പൊ അതിലിപ്പോ സാധാരണഗതിയിൽ അങ്ങനെ പ്രയോഗിക്കാറുള്ളത് ഇപ്പോൾ പഴഞ്ചൊല്ലുകളൊക്കെ അതിൽപ്പെട്ടതാണ്. അതേപോലെയുള്ള ഒരു ചൊല്ലാണ് അറബിയിൽ അൻതഫ് തംഫുഹു ഫി റമാദിൻ. എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട ഒരാള് ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ പ്രവർത്തനം കൊണ്ട് ഒരു ഫലവുമില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ട് സാധാരണ നടത്തുന്ന പ്രയോഗമാണിത്. അല്ലെ, നമ്മളിതൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അല്ലെ, ഇപ്പൊ സാധാരണ നമ്മൾ മലയാളത്തിൽ ചോദിക്കും, എന്തെങ്കിലും ഒരു പാഴ്വേല ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? നന്നായിട്ട് ഒരു വിഭാഗത്തെ നന്മകൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവരെ എത്ര നല്ലത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല എന്നുണ്ടെങ്കിൽ അയാളോട് നമ്മൾ പറയും
പോത്തിനോട് വേദമോദിയിട്ട് എന്ത് കാര്യം എന്ന് നമ്മൾ സാധാരണഗതിയിൽ മലയാളത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അതേപോലെ അവിടെ എന്ത് ചെയ്യാ, നീ ചെയ്യുന്ന പ്രവർത്തനം ഇതുപോലെയാണെന്നൊന്നും പറയുന്നില്ല. മുഷബ്ബഹ് പറയാതെ നേരെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ചൊല്ല് അവിടെ പ്രയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ പഴഞ്ചൊല്ല് പറയാറുള്ളത് ഇതേപോലെ മുഷബ്ബഹ് ബിഹി ആയിട്ടുള്ള ഒരൊറ്റ വാചകം മാത്രം അവിടെ പ്രയോഗിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അങ്ങനെ പ്രയോഗിക്കുന്നതിനാണ് എന്ത് പറയാ, ഇസ്തിആറ തംസീലിയ എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ബലാഗയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 5ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഇന്നമ ഷാഇർ അൽ ബുഹ്തുരി. ഖസ്ർ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഖസ്ർ ഏതിൽപ്പെട്ടതാണ്? ചിലരൊക്കെ എക്സാമിന് ശേഷം ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ, അതായത് ചാലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ സിലബസിൽ പെട്ടതല്ലല്ലോ എന്ന രൂപത്തിലൊക്കെ ഡിസ്കഷൻ നടത്തിയതായിട്ട് കണ്ടിരുന്നു. എന്ന് വെച്ചാൽ ബലാഗയിൽ തന്നെ നമുക്ക് വരുന്ന ഒരു ഭാഗമാണ് എൽമുൽ മഅനി. അപ്പൊ അതിൽ സിലബസിൽ ഇപ്പോ സാധാരണഗതിയിൽ ഒന്നുകിൽ എൽമുൽ ബയാൻ, അതേപോലെ എൽമുൽ ബദിയ എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു എക്സാമിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടറ്റ് ആണ്. ആ കേട്ടറ്റിന് പോലും എൽമുൽ മഅനിയിൽ നിന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത്. എൽമുൽ മഅനിയിൽ നിന്ന് ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഭാഗങ്ങളിൽ നിന്നും ഒരുപക്ഷെ ചോദ്യം പ്രതീക്ഷിക്കാം. എന്നാലും ഇത് ആഴത്തിലുള്ള ചോദ്യമൊന്നും അല്ല, ആർക്കും ആൻസർ ചെയ്യാവുന്നതാണ്. ഖസ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ അതില് നമ്മള് പറഞ്ഞിരുന്ന ഉദാഹരണമാണ് ഖസ്ർ എന്ന് പറയുമ്പോൾ ഇൽമുൽ ബലാഗയിലെ ഇൽമുൽ മഅനി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ്. എന്ന് വെച്ചാൽ ഇൽമുൽ ബദിഅ, ഇൽമുൽ ബയാൻ, ഇൽമുൽ മഅനി, ഇങ്ങനെ 3 ഭാഗങ്ങളിൽ ഇൽമുൽ മഅനിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഏരിയയാണ് ഖസ്ർ. ഖസ്റില് അതിന്റെ താരീഫ് എന്ന് പറയുന്നത് ഈ 2 രൂപത്തിലാണ്. തഖ്സീസു ഷൈഇൻ ബിശൈഇൻ ബിത്വരീഖിൻ മഖ്സൂസ്, അതല്ലെങ്കിൽ തഖ്സീസു അംറിൻ ബി ആഖറ ബിത്വരീഖിൻ മഖ്സൂസ്. ഈ 2 രൂപത്തിലും കാണാം. എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ മറ്റൊരു കാര്യം കൊണ്ട് പ്രത്യേകമാക്കുക, അതിനാണ് എന്ത് പറയുന്നത്, ഖസ്ർ എന്ന് പറയാം. ഏതുപോലെ നമ്മൾ ചർച്ച ചെയ്ത ഉദാഹരണമായിരുന്നു ഈ ഒരു ഉദാഹരണം. എന്ന് വെച്ചാൽ നമ്മൾ അഹ്മദ് ഷൗക്കിയെ മാ ഷാഇറുൻ ഇല്ലാ ഷൗക്കി എന്ന് വെച്ചാൽ ഷൗക്കി, അഹ്മദ് ഷൗക്കി ഷാഇർ അല്ലാതെ മറ്റാരുമല്ല എന്ന് വെച്ചാൽ അഹ്മദ് ഷൗക്കി ഷാഇർ മാത്രമാണ്. അപ്പോ അഹ്മദ് ഷൗക്കിയെ ഷാഇർ എന്നുള്ളതിൽ മാത്രം ചുരുക്കി. അപ്പൊ അതാണ് പറഞ്ഞത് തഖ്സീസു ഷൈഇൻ ബിഷൈഇൻ, ഒരു കാര്യത്തെ എന്ത് ചെയ്യുക, മറ്റൊരു കാര്യം കൊണ്ട് പ്രത്യേകമാക്കുക. അതിന് പ്രത്യേകമായ ചില വഴികളുണ്ട്. അതിൽപ്പെട്ട ഒരു വഴിയാണ് ഇപ്പത് മാ ഇല്ല എന്ന് വെച്ചാൽ ഹർഫ് നഫീന്റെ മാ എന്നുള്ളതും അതേപോലെ തന്നെ ഇസ്തിസ്നാഇന്റെ അദാത്തായിട്ടുള്ള ഇല്ലയും അത് ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ഖസ്റാക്കാൻ പറ്റും. ഇനി നേരെ തിരിച്ചും പറയാം, മാ ഷൗഖി ഇല്ല ഷാഇറുൻ എന്ന് വെച്ചാൽ ഷൗഖി ഷാഇർ അല്ലാതെ മറ്റാരുമല്ല. അപ്പൊ ആദ്യത്തേതിൽ പറഞ്ഞത് ഷൗഖി ഷാഇർ മാത്രമാണ്. ഇനി ഷാഇർ എന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ്? ഷൗഖി മാത്രമാണ്. അപ്പോ ഇങ്ങനെ 2 രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഖസ്ർ ആക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത്തതില് ഷാഇർ എന്ന് പറഞ്ഞാൽ ഷൗഖി മാത്രമേ ഉള്ളൂ, വേറെ ആരും ഷാഇർ അല്ല. രണ്ടാമത്തേതിലോ ഷൗഖി എന്ന് പറഞ്ഞാൽ ഷാഇർ മാത്രമാണ്, വേറെ അദ്ദേഹം ഒരു എഴുത്തുകാരനല്ല, ഖത്തീബല്ല എന്ന അർത്ഥത്തിലൊക്കെ ആക്കാം. ഒറ്റ വിഷയത്തിലേക്ക് മാത്രം അദ്ദേഹത്തെ ചുരുക്കി. ഈ 2 രൂപത്തിലും ആക്കാം. അപ്പൊ ഇങ്ങനെ പറയുന്നതിനാണ് ഖസ്ർ എന്ന് പറയാം. ഇനി ഇതിന് വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇപ്പൊ നേരത്തെ വന്നത് ഇന്നമ. അതിലിപ്പോ ഇന്നമ വെച്ച് നമ്മൾ പറഞ്ഞ ഉദാഹരണമായിരുന്നു ഇന്നമൽ ഹയാത്തു തഇബുൻ എന്ന് പറയുന്നത്. ഇന്നമൽ ഹയാത്തു തഇബുൻ എന്ന് വെച്ചാൽ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ക്ഷീണം മാത്രമാണ് എന്ന് പറയാം. അപ്പൊ ജീവിതത്തെ ക്ഷീണത്തിൽ എന്ത് ചെയ്തു, അവിടെ പരിമിതപ്പെടുത്തി. അതേപോലെ വിശുദ്ധ ഖുർആനിൽ വന്ന പരാമർശമാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാഉ. തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവന്റെ അടിമകളിൽ ആര് മാത്രമാണ്? അൽ ഉലമാഉ, അറിവുള്ളവർ മാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആ ഒരു ഭയപ്പെടുക എന്നുള്ള അവസ്ഥ ആരിൽ മാത്രം പരിമിതപ്പെടുത്തി? അൽ ഉലമാ, ഉലമാക്കളിൽ മാത്രം പരിമിതപ്പെടുത്തി. അപ്പൊ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് മാത്രം എന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഖസ്ർ പ്രയോഗിക്കുന്നത്. അപ്പൊ അതിന് വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മാ ഇല്ല.
ആ ഒരു രൂപത്തിൽ, എന്ന് വെച്ചാൽ നഫിയും ഇസ്തിസ്നാവും. രണ്ടാമത്തെ രൂപമാണ് ഇന്നമ. പിന്നെ ആ ഇന്നമ വെച്ചിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ഇന്നമ ഷാഇർ അൽ ബുഹ്തുരി എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം. പിന്നെ അടുത്തൊരു രൂപമാണ് അത്ഫ്. അത്ഫ് ഒന്നുകിൽ ബി ല, അല്ലെങ്കിൽ ബൽ, അല്ലെങ്കിൽ ലാക്കിൻ. അതിലിപ്പോ ലാ വെച്ചിട്ടുള്ള ഒരു അത്ഫാണ് ഇപ്പോൾ ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അൽ അർളു മുത്തഹർദിക്കത്തുൻ ലാ സാബിത്തത്തുൻ എന്ന് വെച്ചാൽ ഭൂമി അത് ചലിക്കുന്നതാണ്, അതെന്തല്ല ഉറച്ചു നിൽക്കുന്നതല്ല. എന്ന് വെച്ചാൽ ഭൂമി ചലിക്കുന്നത് മാത്രമാണ് എന്ന അർത്ഥം എന്ത് ചെയ്യും അവിടെ കിട്ടും. ഇനി അതേപോലെ മറ്റൊരു രൂപമാണ് ഇയ്യാക്ക വെച്ചുകൊണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഇയ്യാക്ക വെച്ചുകൊണ്ട് നല്ല ശരിക്ക് തഖദീമു മാ ഹഖ്ഖുഹു അത്തഖീർ എന്നുള്ളതാണ്. സാധാരണ നമ്മളൊരു പിന്നെ വാചകങ്ങൾക്ക് ഘടനയുണ്ട് അല്ലെ? അവിടെ എന്ത് ചെയ്യണം? മുബത്തദ ആദ്യം വരണം, പിന്നീടാണ് ഖബർ വരേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഫാഇല്, മഫ്ഊല്, ഫിഅലിന്റെ തൊട്ടടുത്ത് ഫാഇല് വരും, പിന്നീടാണ് മഫ്ഊല് വരിക. അപ്പോ ഇവിടെ എന്ത് ചെയ്തു വെച്ചാൽ ഇയ്യാക നഅബുദു ശരിക്ക് വരേണ്ടത് എങ്ങനെയാണ്? നഅബുദു എന്ന ഫിഅലും ഫാഇലും വരിക, എന്നിട്ട് പിന്നെ ഇയ്യാക എന്ന മഫ്ഊലാണ് വരേണ്ടത്. അപ്പൊ അവിടെ മഫ്ഊലിനെ ഫിഅലിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്തും അവിടെ എന്താണ്? ഖസ്റിന്റെ അർത്ഥമാണ് കിട്ടുക. എന്ന് വെച്ചാൽ പിന്നെ ഇയ്യാക നഅബുദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന അർത്ഥം അവിടെ കിട്ടും. ആ ഒരു മാത്രം എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഈ ഒരു ഖസ്റിന്റെ പ്രയോഗം നടത്തുന്നത്. ഇതേപോലെ ഇപ്പോ ഇലല്ലാഹി അഷ്കു, ശരിക്ക് അഷ്കു ഇലല്ലാ എന്നുള്ളതാണ്. അപ്പം ഇലല്ലാഹി അഷ്കു എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് മാത്രം ഞാൻ ആവലാതി പറയുന്നു എന്ന അർത്ഥം ലഭിക്കും. ഈ പ്രയോഗങ്ങൾക്കാണ് ഖസ്ർ എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, അറൂനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഡാഷ് ഹുവ അൽ ജുസ്ഉൽ അഖീർ മിൻ അജ്സി ബൈത്ത് ഷിആർ. ഇതൊന്നും ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല, അതൊക്കെ നമ്മൾ കൃത്യമായി പഠിപ്പിച്ച സംഗതിയാണ്. എന്ന് വെച്ചാൽ ജുസ്ഉൽ അഖീർ മിൻ അജ്സി ബൈത്ത് ഷിആർ, ഒരു കവിതയുടെ അജ്സിന്റെ അവസാനത്തെ ജുസ്ഇന് എന്താണ് പറയാ എന്നുള്ളതാണ്. ഓക്കെ, ലറബ് എന്നുള്ളതാണ്. ഇതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അശ്രദ്ധ കാരണമൊന്നും ആരുടെയും തെറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മൾ കഴിഞ്ഞ LP എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്. എന്ന് വെച്ചാൽ വലിദൽ ഹുദാ ഫൽക ഇനാതുലിയാഉ വഫമുസ് സമാനി തബസ്സുമുൻ വസനാഉ എന്ന് പറയുന്ന കവിത ആരുടേതാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോ ആ കവിത തന്നെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ വലിദൽ ഹുദാ ഫൽക ഇനാതുലിയാഉ വഫമുസ് സമാനി തബസ്സുമുൻ വസനാഉ എന്ന രൂപത്തിൽ നമ്മൾ ഖത്അ ചെയ്താൽ മുത്തഫാഇലുൻ മുത്ഫാഇലുൻ മുത്തഫാഇലുൻ മുത്തഫാഇൽ, അതേപോലെ മുത്തഫാഇലുൻ മുത്തഫാഇലുൻ മുത്തഫാഇൽ എന്ന രൂപത്തിൽ നമുക്കിത് ലഭിക്കും. ഇനി ഈ ഒരു കവിതയുടെ അറൂലും ലറബും ഏത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ അവസാന ഭാഗം. അപ്പൊ ഇതിന്റെ ആദ്യ ഭാഗത്തെ നമുക്ക് എന്ത് പറയാം? ഒരു കവിതയുടെ ആദ്യ ഭാഗത്തിനാണ് സ്വദർ എന്ന് പറയാം. അതേപോലെ രണ്ടാം ഭാഗത്തിന് അജ്സ് എന്നും പറയും. എന്ന് വെച്ചാൽ മുത്തഫാഇലുൻ 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 എന്ന് പറയുന്ന ആദ്യ ഭാഗത്തിന് സ്വദർ, രണ്ടാം ഭാഗത്തിന് അജ്സ് എന്ന് പറയും. അതില് ആദ്യ ഭാഗത്തിന്റെ അവസാനത്തെ ജുസ് എന്ന് വെച്ചാൽ ഇവിടെ മുത്തഫാഇൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, തുലിയാഉ എന്ന് പറയുന്ന ഭാഗത്തിന് അറൂൽ എന്നാണ് പറയാ. ഇനി അതേപോലെ രണ്ടാമത്തെ ഭാഗം അഥവാ അജ്സിന്റെ അവസാനത്തെ ഈ ഭാഗം, ഇതിനാണ് എന്ത് പറയുന്നത്? ലറബ് എന്ന് പറയുന്നത്. ഇനി ഇവ രണ്ടുമല്ലാത്ത ബാക്കി ഭാഗങ്ങൾക്ക് എന്തും പറയും? എന്താണ് പറയാ? അറൂലും ലറബും അല്ലാത്തതിന് മാ അദൽ അറൂലി വല്ലറബി എന്താണ് പറയാ? അതെ, ഹഷ്വ് എന്നാണ് പറയാ. എന്ന് വെച്ചാൽ ആദ്യ ഭാഗത്ത് ഹഷ്വ്, രണ്ടാമത്തെ ഭാഗത്ത് ഹഷ്വ് എന്ന് പറയുന്ന ഭാഗം ഇവയാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഹുവ ഹദ്ഫുൽ ഹർഫുൽ ഖാമിസ് അസ്സാക്കിൻ മിൻ ജുസ്ഇ ബൈത്ത് ഷിആർ. അറൂലിന്റെ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ഭാഗമാണ്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, അൽ ഖബ്ൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഹുവ ഹദ്ഫുൽ ഹർഫുൽ ഖാമിസ് അസ്സാക്കിൻ മിൻ ജുസ്ഇ ബൈത്ത് ഷിആർ, ഒരു ബൈത്തിന്റെ ജുസ്ഇലെ
അഞ്ചാമത്തെ സാക്കിനായ ഹറഫിനെ കളയാം. അതിനെന്താണ് പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനാണ് ഖബ്ല് എന്ന് പറയുന്നത്. അപ്പൊ ഹറഫുൽ ഖാമിസ് അസാക്കിൻ, അഞ്ചാമത്തെ സാക്കിനായ ഹറഫിനെ കളയാം. അതിനാണ് ഖബ്ല് എന്ന് പറയുന്നത്. PSCയിൽ സമീപകാലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്തു നോക്കിയാൽ അതിലൊന്നും ഈ ഒരു ഏരിയയിൽ നിന്ന് ഇതുവരെ ചോദ്യം വന്നിട്ടില്ല. എന്നാൽ ഞാൻ പറഞ്ഞിരുന്നു കേട്ടത്തിൽ സാധാരണഗതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്, അപ്പോൾ ചോദ്യം പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ഭാഗം എടുത്തത്. അപ്പൊ ഇനി ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ചോദ്യം പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഏത് ഭാഗത്ത് നിന്നാണ് ഇപ്പൊ ഈ ചോദ്യം വന്നിട്ടുള്ളത്? അസ്സിഹാഫാത്തു വൽ ഇലൽ എന്ന് പറയുന്ന ഭാഗം അല്ലെ, സിഹാഫും ഇല്ലത്തുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അതില് സിഹാഫുൽ മുൻഫരിദ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഖബ്ല് എന്ന് പറയുന്നത്. ഖബ്ല് എന്ന് പറഞ്ഞാൽ ഹുവ ഹദഫുൽ ഖാമിസ് അസാക്കിൻ, അഞ്ചാമത്തെ സാക്കിനെ കളയലാണ്. ഇത് സാധാരണഗതിയിൽ വരാറുള്ളത് തൊവീല്, ഹസ്ജ്, മുത്തഖാരിബ്, മുലാരിഅ ഈ ബഹറുകളിലാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതിനുള്ള ഉദാഹരണം ഫഊലുൻ എന്നാണ് ഇപ്പൊ തൊവീൽ എന്ന ബഹറിന്റെ ആദ്യ ജുസ്. അതേപോലെ മഫാഈലുൻ എന്ന് പറയുന്നതും തൊവീൽ എന്ന ബഹറിലുണ്ട്, ഹസ്ജിലുണ്ട്. അപ്പോ ഈ മഫാഈലുൻ എന്നുള്ളതിലും ഫഊലുൻ എന്നുള്ളതിലും അഞ്ചാമത്തെ ഹർഫ് എന്ന് പറയുന്നത് സാക്കിനായ നൂനാണ് ഫഊലുൻ എന്നുള്ളതില്. മഫാഈ എന്നുള്ളതില് ആ യാ ആണ് അവിടെ സാക്കിനായ അഞ്ചാമത്തെ ഹർഫ് എന്ന് പറയുന്നത്. അവയെ കളഞ്ഞാൽ ഫഊലു, അതേപോലെ മഫാഈലുൻ എന്നുള്ളത് മഫാഇലുൻ എന്നായി മാറും. ഇതിനാണ് ഖബ്ല് എന്ന് പറയുന്നത്. അപ്പോ ആ ഓപ്ഷനിൽ അതേപോലെ ഇനി വന്നവ ഖബ്ന്, ഇൽമാറ്, വഖസ്, ഖബ്ല്, ഇങ്ങനെ 4 ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതില് ആ 4 പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. അതിൽ ഖബ്ന് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാക്കിനെ കളയുന്നതാണ് പറയാ ഒരു ജുസ്ഇലെ. ഏതുപോലെ ഫാഇലുൻ എന്നുള്ളത് യസീറു ഫഇലുൻ, കാരണം രണ്ടാമത്തെ ആ ഒരു സുക്കൂനെ കളഞ്ഞു, അപ്പൊ ഫഇലുൻ എന്നായി മാറി. ഇൽമാർ എന്നാണ് മറ്റൊന്നാണ് വന്നിട്ടുള്ളത്. അത് ഇസ്കാനു സാനി അൽ മുത്തഹരിക് എന്ന് വെച്ചാൽ രണ്ടാമത്തെ മുത്തഹരിക്കിനെ മുത്തഹരിക്കിന് എന്ത് ചെയ്യുക, സാക്കിനാക്കി കൊടുക്കുക. ഏതുപോലെ മുത്തഫാഇലുൻ എന്നുള്ള കാമിൽ എന്ന ബഹറിന്റെ ജുസ്. അതിലിപ്പോ മുത്ത എന്നാണ്, ത എന്നുള്ളത് രണ്ടാമത്തെ ഹർഫാണ്, അത് മുത്തഹരിക്കാണ്. അതിനെന്ത് ചെയ്യുക, സുക്കൂനാക്കുക എന്ന് പറയുമ്പോൾ മുത്ഫാഇലുൻ എന്നായി മാറി, മുത്ഫാഇലുൻ. ഓക്കെ, ഇനി വഖസ് എന്ന് പറഞ്ഞാൽ അതാണ് മറ്റൊന്നാം ഓപ്ഷനിൽ വന്നത്. അത് ഹദ്ഫ് സാനി അൽ മുത്തഹരിക്, മുത്തഹരിക്കായ ആ ഒരു ഹർഫിനെ എന്ത് ചെയ്യുക, കളയാം. ഏതുപോലെ മുത്തഫാഇലുൻ എന്നുള്ളതിലെ ആ രണ്ടാമത്തെ ഹർഫിനെ, അത് മുത്തഹരിക്കാണ്, അതിനെ കളയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉത്താ പോയി, അപ്പൊ പിന്നെ മുഫാഇലുൻ എന്നായി മാറി. അതാണ് വഖസ്. പിന്നെ അവിടെ നേരത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയി വന്നിട്ടുള്ള ഖബ്ല്, അതിപ്പോ നമ്മൾ പറഞ്ഞു. അതിലിപ്പോ ഹദ്ഫു അൽ ഖാമിസ് അസാക്കിൻ മഫാഇലുൻ എന്നുള്ളത് ആ സാക്കിനെ കളയുമ്പോൾ മഫാഇലുൻ എന്നായി മാറി. ഇനി അതോടൊപ്പം ചേർത്ത് ഒന്നുകൂടി അവിടെ പറയുന്നുണ്ട് അസ്ബ്. ടോട്ടൽ ഇങ്ങനെ 8 ഉണ്ട്. അസ്ബ് കൂടി ഇവിടെ പറയാം. അസ്ബ് എന്ന് പറഞ്ഞാൽ ഹുവ ഇസ്കാനുൽ ഖാമിസ് അൽ മുത്തഹരിക് എന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് ഖബ്ലിൽ പറഞ്ഞത് ആ സാക്കിനെ, അഞ്ചാമത്തെ സാക്കിനെ കളയലാണ്. എന്നാൽ അഞ്ചാമത്തെ ഹറഫ് മുത്തഹരിക്കായി വരികയും ആ മുത്തഹരിക്കിന് എന്തായി മാറ്റുക, സാക്കിനാക്കി മാറ്റാം. ഇപ്പൊ ഏതുപോലെ മുഫാഅലത്തുൻ എന്ന് പറയുന്ന ജുസ്, അതിന്റെ അഞ്ചാമത്തെ സാക്കിന് ഏതാണ്, ല എന്ന് പറയുന്നതാണ്. അതിനെ നേരെ എന്ത് ചെയ്യുക, സുക്കൂനാക്കി മാറ്റാം. അപ്പോ മുഫാഅൽതുൻ എന്നായി മാറും, മുഫാഅൽതുൻ. ഈ മുഫാഅലത്തുൻ എന്ന് വരുന്ന വസ്ൻ ഏതിലുള്ളത്, മുഫാഅലത്തുൻ എന്ന് പറയുന്ന വസ്ൻ ഏതിലാണ് വരുന്നത്, ഏത് ബഹറിലാണ്? ഈ അസ്ബ് ഇവിടെ കൊടുക്കാൻ ഒരു കാരണവും കൂടിയുണ്ട്. അടുത്ത ചോദ്യം വരുന്നത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതെ, വാഫിർ ആണ് അല്ലെ, വാഫിർ എന്ന ബഹറിലാണ് മുഫാഅലത്തുൻ എന്ന് വരുന്നത്. അപ്പൊ അതിന്റെ ആ ജുസ്ഇന്റെ അഞ്ചാമത്തെ ഹർഫിനെ എന്താക്കി മാറ്റി, അവിടെ മുഫാഅൽതുൻ എന്നായി മാറി. അപ്പൊ അങ്ങനെ മാറുന്നതിനാണ് എന്ത് പറയാ, അസ്ബ് എന്ന് പറയാ. അപ്പൊ അഞ്ചാമത്തെ മുത്തഹരിക്കിനെ സാക്കിനാക്കി മാറ്റാം. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നോക്കൂ. ഒരു കവിതയുടെ ഒരു വരി കൊടുത്തു, എന്നിട്ട് അതിന്റെ ബഹർ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
ഇതെല്ലാവരുടേതും ശരിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് എക്സാമിന്. അല്ലെ, ഇതിന് ഏറ്റവും സിമ്പിളായ മെത്തേഡ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ചൊല്ലി നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റുക. ഓക്കെ, അപ്പോ ഇദം തലഅത് ഉയൂനുൽ ഖൈലു മിന്നി ഫവൈലുൻ ഫിത് തയഖ്ഖുളി വൽ മനാമി. അതാണിപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ള വരി. ഇതിന്റെ ബഹറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമ്മൾ ഓരോന്നും 4 ബഹറുകളുടെയും വസനുകൾ ജസ്റ്റ് പാടി നോക്കിയാൽ തന്നെ ഇതിലാകെ നമുക്ക് പാടാൻ പറ്റുക, ഈ വരി പാടാൻ പറ്റുന്നത് വാഫിർ എന്ന ബഹറിലാണ്. വാഫിർ എന്ന ബഹറിന്റെ വസന ഏതാണ്? നേരത്തെ പറഞ്ഞു, മുഫാഅലത്തുൻ മുഫാഅലത്തുൻ ഫഊലു, അല്ലെ? ബുഹൂറു ശ്ശിഅരി വാഫിറുഹ ജമീലു മുഫാഅലത്തുൻ മുഫാഅലത്തുൻ ഫഊലു ഇദം തലഅത് ഉയൂനുൽ ഖൈലു മിന്നി ഫവൈലുൻ ഫിത് തയഖ്ഖുളി വൽ മനാമി. നമ്മള് ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ ഒരു വരിയൊക്കെ സാധാരണ സ്കൂളിലൊക്കെ പഠിപ്പിക്കാനുണ്ടാവാറുണ്ട്. ഏതാണ് ആ വരി? അതൊക്കെ ഈ ഒരു വാഫിർ എന്ന ബഹറിലാണ് വന്നിട്ടുള്ളത്. ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖലാഉ. ചൊല്ലിപ്പടിച്ച ഒരു ശീലം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മിക്കവാറും കവിതകളൊക്കെ വേർതിരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ശീലം ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഇനി നമ്മൾ ചൊല്ലിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വീകരിക്കാറുള്ളത് ഖത്അ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഖത്അ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ഇപ്പോ ഇദം തലഅത്, അവിടെ ഇദം തലഅത് കറക്റ്റ് ആയിട്ട് നമുക്കവിടെ എന്താണോ ഉച്ചരിക്കുന്നത് അതേ നമ്മൾ എഴുതേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, ഇദം തലഅത്. ഇത് എഴുതുന്ന രൂപമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതില് ഇവിടെ ഈ 2 അലിഫുകൾ ഉച്ചരിക്കുന്നില്ല, അപ്പൊ അത് നമ്മൾ എഴുതുന്നില്ല. ഇദം തലഅത്. പിന്നെ ഉയൂനുൽ ഖൈലു മിന്നി ഫവൈലുൻ ഫിത് തയഖ്ഖുളി വൽ മനാമി. ഇതെങ്ങനെയാണ് ഇവിടെ ഖത്അ ചെയ്തത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ഷദ് എന്നുള്ളത് ആ ഷദ്ദിന്റെ സമയത്തും അതേപോലെ തൻവീന്റെ സമയത്തൊക്കെ എന്താണ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത് മുഫാഅലത്തുൻ എന്നുള്ളത് ഒന്നാമത്തെ കറക്റ്റ് ആണ്. ഇദം തലഅത് മുഫാഅലത്തുൻ. പിന്നെ ഉയൂനുൽ ഖൈ, അവിടെ നോക്കൂ, മുഫാഅല എന്നല്ല കിട്ടുക. അപ്പൊ ചിലപ്പോൾ ചിലർക്ക് തെറ്റും. അത് തെറ്റാതിരിക്കാനാണ് നേരത്തെ നമ്മൾ എന്ത് പഠിച്ചത്? നേരത്തെ നമ്മൾ 5ാമത്തെ ഹറഫിനെ സാക്കിനാക്കണേന് എന്താണ് പറഞ്ഞത്? മുഫാഅലത്തുൻ എന്നുള്ളത് മുഫാഅൽതുൻ എന്നായി മാറി. ഇവിടെ ഇതിനെന്താണ് പറയാ? അതെ, ഖബ്ലല്ല. ഖബ്ൽ നമ്മൾ പറഞ്ഞ എന്താണ്? അസ്ബാണ്. ഖബ്ൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മള് ചോദ്യത്തിൽ വന്നത് ആ ഒരു സാക്കിനെ 5ാമത്തെ സാക്കിനെ കളയലാണ്. അസ്ബ് നമ്മൾ പറഞ്ഞു 5ാമത്തെ മുത്തഹർരിക്കിനെ സാക്കിനാക്കലാണ്. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, മുഫാഅൽതുൻ. പിന്നെ ലുമിന്നി എന്നുള്ളത് ഫഊലുൻ. അപ്പോ മുഫാഅലത്തുൻ മുഫാഅലത്തുൻ ഫഊലുൻ. പിന്നെ അടുത്ത് വീണ്ടും അവിടെ തുടക്കത്തിലും ഫവൈലുൻ ഫിത് എന്നാണ്. അപ്പോ മുഫാഅൽതുൻ എന്നാണ് അവിടെ വരുന്നത്. പിന്നെ തയഖ്ഖുലി എന്നുള്ളിടത്ത് മുഫാഅലത്തുൻ തന്നെ, അതേപോലെ ഫഊലുൻ. അപ്പോ നമുക്ക് ഹറക്ക ഹറക്ക സുക്കൂൻ, പിന്നെ ഹറക്ക 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 സുക്കൂൻ എന്ന രൂപത്തിൽ കിട്ടുമ്പോൾ തന്നെ മുഫാഅലത്തുൻ എന്നുള്ളതാണെന്നുള്ളത് മനസ്സിലാവും. അങ്ങനെയും നമുക്ക് അവിടെ വേഗം ആൻസറിലേക്ക് പോവാൻ പറ്റും. ശരി, അപ്പൊ അതില് ഇങ്ങനെ നമുക്ക് നേരത്തെ പാടിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു രീതി എടുത്തു വെക്കുക. എന്നുവെച്ചാൽ ഓരോ വരിയുടെയും ആദ്യ ഓരോ ഓപ്ഷനിലുള്ള ബഹറിന്റെയും ആദ്യ ജുസ് ഒന്ന് എഴുതിയിട്ട് ഒന്ന് ഇതേപോലെ എന്ത് ചെയ്യുക, ഖത്അ ചെയ്ത് നോക്കിയാലും നമുക്ക് വേഗം ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അവിടെ മുഫാഅലത്തുൻ എന്നുള്ളതിൽ ഹറക്ക ഹറക്ക സുക്കൂൻ, അതേപോലെ പിന്നെ ഹറക്ക 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 സുക്കൂൻ എന്ന് വരുന്നത് ആകെ വാഫിറിൽ മാത്രമേ ഉള്ളൂ, ആ ഒരു ഉദാഹരണത്തിൽ കൊടുത്തതിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയും ആൻസറിലേക്ക് പോവാം. ശരി, അവസാനത്തെ ചോദ്യമാണ് ഇഖ്തർ തഫ്ഈലാത്തുൽ ബഹർ അർറമൽ അത്താം. റമലു താമിന്റെ ബഹറാണ് ഇപ്പോൾ ഇവിടെ, അല്ലെങ്കിൽ അതിന്റെ തഫ്ഈലത്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, റമലു താം. അപ്പൊ ഇതില് കുഴക്കുന്ന ഒരു ഓപ്ഷനും ഇല്ല, എല്ലാം നമുക്ക് പരിചിതമായ ബഹറുകളാണ് എന്നുള്ളതുകൊണ്ട് വേഗം ആൻസറിലേക്ക് പോകാൻ പറ്റും. അല്ലെ, അതിലിപ്പോ എല്ലാവരും ആൻസർ ചെയ്തത് ഓപ്ഷൻ എ ആണ്. അപ്പൊ അതിനോട് കൂടെ ബാക്കിയുള്ള ഓപ്ഷൻ ഒന്ന് പറഞ്ഞ്, മുത്തഫാഇലുൻ 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 ഏത് ബഹറാണ്? ഓപ്ഷൻ ബി.
ഓപ്ഷൻ ബി ഏത് ബഹറാണ്? അതെ, കാമിൽ എന്ന ബഹറാണ്. പിന്നെ ഓപ്ഷൻ സി ഫഊലുൻ മഫാഈലുൻ. ഫഊലുൻ മഫാഈലുൻ ത്വവീലാണ് അല്ലെ. പിന്നെ മുസ്തഫ്ഇലുൻ ഫാഇലുൻ. മുസ്തഫ്ഇലുൻ ഫാഇലുൻ. ഓക്കെ, മുസ്തഫ്ഇലുൻ ഫാഇലുൻ ബസീത്താണ് അല്ലെ. മുസ്തഫ്ഇലുൻ ഫാഇലുൻ ബസീത്താണ്. ഓക്കെ, അപ്പോ ഈ സിമ്പിളായ 4 ബഹറുകളുടെ വസനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പോ എല്ലാ ബഹറുകളുടെയും വസനുകളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായാൽ അതും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്യാം. മൊത്തത്തിൽ നമുക്ക് ഈ ഒരു അറുപതിൽ നിന്ന് വന്ന 4 ചോദ്യങ്ങളും അത്ര കുഴക്കുന്ന ചോദ്യങ്ങളൊന്നുമല്ല, ശരിക്കും സിമ്പിളായ ചോദ്യങ്ങളാണ്. പക്ഷെ അതിലിപ്പോ സിഹാഫുമായി ബന്ധപ്പെട്ട ഏരിയ നമ്മൾ ഒന്നുകൂടെ നന്നായി നോക്കണം എന്നുകൂടെ നമുക്ക് ഈ ഒരു എക്സാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ ഭാഗവും കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മൾ ക്ലാസ്സുകൾ ആ ഭാഗത്തുനിന്നൊക്കെ വിശദമായി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം 16 ബഹറുകളുടെയും ആ ഒരു പിന്നെ മിഫ്താഹുൽ ബഹർ എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് വസനുകളൊക്കെ ഓർത്ത് വെക്കാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ ഇപ്പൊ 4 എണ്ണം കൊടുത്തത്, ഈ 4 ബഹറുകളും നമുക്കറിയുന്നതാണ്. ഇപ്പൊ റമല്, കാമില്, അതേപോലെ തന്നെ തൊവീല്, ബസീത്ത്. അതിൽ റമലിൻ്റെത് റമലുൽ അബ്ഹുരി തർവീഹി സിഫാത്ത് ഫാഇലാത്തുൻ ഫാഇലാത്തുൻ ഫാഇലാത്തുൻ. കാമിലിൻ്റെത് കമുലൽ ജമാലു മിനൽ ബഹൂരിൽ കാമിലു മുത്തഫാഇലുൻ മുത്തഫാഇലുൻ മുത്തഫാഇലു. തൊവീലിൻ്റെത് തൊവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫളാഇലു ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലു. ബസീത്തിൻ്റെത് ഇന്നൽ ബസീത്ത ലദൈഹി യുബ്സത്തുൽ അമലു മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലുൻ. ഇതൊക്കെ 16 ബഹറുകളുടേതും ഇതേപോലെ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അതോടൊപ്പം ചേർത്ത് സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ സാധാരണ പഠിക്കാറുള്ള ഉദബാക്കളുടെ വരികൾ, പ്രസിദ്ധമായ വരികൾ കൂടി ഇതിനോട് ആഡ് ചെയ്ത് ചൊല്ലിപ്പഠിച്ചാൽ നമുക്ക് അതൊക്കെ ആൻസറിലേക്ക് എത്താൻ സഹായകമാവും. ഇപ്പൊ വാഫിർ ഇപ്പൊ നമ്മൾ മുഅല്ലഖയിൽ സാധാരണഗതിയിൽ എപ്പോഴും ഒരാളുടേത് പറയാറുണ്ട് അല്ലെ. ആർക്കാണ് മുഅല്ലഖയിൽ വാഫിർ എന്ന ബഹറിൽ ഉള്ളത്? മുഅല്ലഖ വാഫിർ എന്ന ബഹറിൽ രചിച്ചിട്ടുള്ളത് ആരാണ്? അതെ, അംർ ഇബ്നു കുൽസൂം. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മൾ സാധാരണ സിലബസിൽ പഠിക്കുന്ന വരികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനോട് ചേർത്ത് ചൊല്ലി പഠിക്കുക. അപ്പൊ പിന്നെ നമുക്ക് വരികൾ കാണുമ്പോൾ തന്നെ ഒന്ന് ചൊല്ലിയാൽ നേരെ അതിന്റെ ബഹറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ എത്ര പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സഹായകമാവുന്ന മാർഗങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ സ്വീകരിച്ച് വേഗം ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു UP അറബിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ 7 ദിവസങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ ശരിക്കും ഒരൊറ്റ ദിവസം കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് വേഗം ചോദ്യവും ആൻസറും പറഞ്ഞു പോവാം. അതിലപ്പുറം ചോദ്യങ്ങൾ എങ്ങനെ വന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠനവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കൊന്നുകൂടെ അത് ഉപകാരപ്പെടുക എന്ന അർത്ഥത്തിലാണ് ഇത്രയും ദിവസം എടുത്ത് നമ്മൾ ചർച്ച ചെയ്തത്. പലർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, നന്നായി പഠിക്കുക, അടുത്ത UP എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ലിസ്റ്റിലെത്താൻ സാധിക്കും എന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇത്രയും സമയം ആക്റ്റീവായി പങ്കെടുത്ത നിങ്ങൾക്കൊക്കെ നന്ദി കൂടി അറിയിക്കുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്ഗായിക്കും വ ഇലാഹുന അത്റുക്കുക്കും ഫി റായത്തില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.